വല്ലാത്തൊരു കഥയ്ക്ക് ഫേസ് 1 എന്നത് ഒരു അർദ്ധവിരാമം. കഥകൾക്ക് അവസാനമില്ലെന്നും അതിനെല്ലാ കാലത്തും മാർക്കറ്റ് ഉണ്ടാവുമെന്നും അത് കേൾക്കാൻ ആളുണ്ടാവുമെന്നും നമുക്കറിയാം. നിന്റെ ഈ പരിപാടി ഹിറ്റായത് ഒരു 1000 ചേരുവകൾ ഒന്നിച്ചു വന്നുകൊണ്ടാണ്. ഈ നാളെ വേറെ പരിപാടി തുടങ്ങി അത് ഓടിക്കോളുന്നില്ല. അപ്പം എന്റെ പേരിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിന്റെ അകത്തൊരു പ്ലേ ലിസ്റ്റ് ആണ് വല്ലാത്ത കഥയായിട്ട്. പലപ്പോഴും ഇതൊരു ഓഡിബിൾ എക്സ്പീരിയൻസ് കൂടെ ആയിട്ട് മാറുന്നുണ്ട്. റേഡിയോയുടെ ഒരു സ്വഭാവം വരുന്നുണ്ട്. ആൾക്കാര് കാണണമെന്നില്ല, കേട്ടാലും മതി. കണ്ണ് കാണാത്ത കൂടി അത് കാണാം. കഥകൾക്ക് അവസാനമില്ലല്ലോ. എത്ര ആയിരം കഥകൾ നാട്ടിൽ കിടക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്നും ഞാനൊക്കെ പെട്ടിയിലടങ്ങും വരെയുള്ള കഥ വരെയുള്ള കഥകൾ കിടക്കണം. ഒരു ഷെല്ലിനകത്ത് അടങ്ങിയിരിക്കാനുള്ള പെയിൻ എന്ന് പറയുന്നത് തോട് പൊട്ടിച്ച് പുറത്തിറങ്ങി പറന്നു പോകാനുള്ള റിസ്കിനേക്കാൾ വലുതാകുമ്പോൾ നമ്മൾ പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസസും ഇല്ലാത്ത ഒരു സ്ട്രീം ഓഫ് സ്റ്റോറീസ് വേറെ പറയാൻ തോന്നുന്നു. വയലൻസ് എന്ന് പറഞ്ഞ സാധനം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു സ്ട്രീം ആയിരിക്കാം അത് വേറെ വരാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും ഒരിടത്തും ക്ലെയിം ചെയ്തിട്ടില്ല ഞാൻ നല്ലൊരു റിസർച്ചറാണ്. കാരണം റിസർച്ച് എന്ന് പറയുന്നത് വേറൊരു കലാപരിപാടിയാണ്. അത് ഞാൻ ചെയ്യുന്നതായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ ചെയ്യുന്നൊരു പൾപ്പ് റിസർച്ചാണ്. അത് ചെയ്യുന്നൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ഉണ്ട്. കോളേജുകളിലൊക്കെ പ്രധാനപ്പെട്ട ഏതെങ്കിലും 5 ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസിന്റെ പേരാണ്. ഒരാളെ പോലും തിരിച്ചറിയില്ല. ആദ്യം ഞാൻ പാബ്ലോ എസ്കോബാർ പടം കാണിക്കും, ഓർഡനെ തിരിച്ചറിയും. സദ്ദാം ഹുസൈനെ കാണിച്ച അപ്പം തിരിച്ചറിയും, അല്ലെങ്കിൽ വീരപ്പനെ കാണിച്ച അപ്പം തിരിച്ചറിയും. കാട്ടിക്കിടക്കുന്ന എല്ലാ നരാധമന്മാരുടെയും പേര് കാണിച്ച് പടം കാണിച്ച അപ്പം തിരിച്ചറിയും. കുറച്ചുകൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും സാധനം ഒരു വിജയമാണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആളുകളെല്ലാം കൂടെ വിജയിപ്പിക്കട്ടെ. കഥകൾ പറഞ്ഞ് ഒരു കൂട്ടം മനുഷ്യരെ തന്റെ ആരാധകരാക്കി മാറ്റിയ ഒരാളുടെ കഥ, അതിനുവേണ്ടി അയാൾ പിന്നിട്ട ആ വഴികളുടെ കഥ, എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു ആക്സിഡന്റൽ ജേർണലിസ്റ്റ് ആയി മാറിയ ഒരു മനുഷ്യന്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. നമസ്കാരം ബാബു ചേട്ടാ. അതേ ടോണിൽ പറഞ്ഞു തുടങ്ങാനായിട്ട് ആക്ച്വലി മുമ്പിലിരുന്ന് സംസാരിക്കാനായിട്ട് ചെറിയൊരു ഇതുണ്ട്. എനിവേ, ഇതുപോലൊരു ആക്സിഡന്റൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ജേർണി, അതല്ലെങ്കിൽ ഇതുപോലെ കഥ പറയാമെന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് എടുക്കുന്നത്, അതൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ ഒരു ബാബു ചേട്ടൻ, അല്ലെങ്കിൽ വല്ലാത്തൊരു കഥ ബാബു ചേട്ടൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതൊരു ഇപ്പൊ കഴിഞ്ഞ ജേർണലിസ്റ്റിക് കരിയർ എന്ന് പറയുന്നത് 6 വർഷത്തെ ഒരു ജേർണിയാണ്. അതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോഴുള്ള അവസ്ഥയിലോട്ടുള്ള യാത്ര അങ്ങനെ ഉണ്ടായതാണ്. കഥ നമ്മളെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ കഥ പറയാത്ത മലയാളികൾ ആരുമില്ല. ചൈതന്യ പറയും, എല്ലാവരും പറയും, ക്യാമറ ചേട്ടൻ പറയും, എല്ലാവരും പറയും. നമുക്ക് ചില ആൾക്കാർ 2 അടിച്ചാലേ പറയുള്ളൂ, അല്ലെങ്കിൽ ചില ആൾക്കാർ വളരെ സീനായിരിക്കുമ്പോഴും കഥ പറയും. കഥകൾ എല്ലാ കാലത്തുള്ള സാധനമാണ്. എന്റെ ഈ പ്രോഗ്രാമിലോട്ട് വന്നപ്പോഴായി തിരിച്ചറിയുന്ന പറഞ്ഞാൽ കഥകൾക്ക് അവസാനമില്ലെന്നും അതിനെല്ലാ കാലത്തും മാർക്കറ്റ് ഉണ്ടാവുമെന്നും അത് കേൾക്കാൻ ആളുണ്ടാവുമെന്നും നമുക്കറിയാം. പഠിത്തം നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. പക്ഷെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനിപ്പം പലപ്പോഴും കാണുന്നത് ആ കഥയ്ക്ക് മാർക്കറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നു, പിന്നെ ഞാൻ ആ ഒരു ആംഗിളിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളൂ. അതിലോട്ട് വന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം പറയുകയാണെങ്കിൽ അത് ഞാൻ പലപ്പോഴും പറഞ്ഞ തേഞ്ഞ കഥയാണ്. എന്നാൽ പോലും ഞാൻ പറയുന്നത് ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. 10-12 വർഷം പലയിടത്തായിട്ട് ജോലി ചെയ്തു. ഗൾഫിലുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു, ആഫ്രിക്കയിലുണ്ടായിരുന്നു. അപ്പം ഈ പലയിടത്ത് ജോലി ചെയ്തു. അപ്പം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ ഒരു ഹോം സിക്നസ് താങ്ങാൻ വയ്യാതെ ഒരു ദിവസം ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് അറിയാത്തൊരു ബിസിനസ് ചെയ്തു. അത് കുറെ പൈസ പോയി, കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു. അപ്പം പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വെബിൽ ഒരു ടെക്നിക്കൽ നോൺ ജേർണലിസ്റ്റിക് പോസ്റ്റിലേക്ക് ജോലി കിട്ടുന്നത്. അപ്പം അവിടെ പോയിട്ട് ഈ ജോലി ഏറ്റെടുക്കുന്നു, ചെയ്യുന്നു. അപ്പം അതൊരു വീഡിയോ അപ്ലോഡിങ് പരിപാടിയായിരുന്നു. അപ്പൊ ഒരു ദിവസം 15 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യണം ഒരു സെർവറിലോട്ട്. അത്രേ ഉള്ളൂ പണി. ഞാനിത് ഒരു 4 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കും. ബാക്കി 4 മണിക്കൂർ നടക്കും. ഞാൻ ഒബ്സർവ് ചെയ്യും എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ, ആരൊക്കെ ഇരിക്കുന്നു, എഴുതുന്നു. അപ്പം എനിക്ക് പൊതുവേ ഒബ്സർവ് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ലോകത്ത് നടക്കുന്ന എല്ലാത്തിനും പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുന്നതിനും മനോരമയിൽ അങ്ങനെ കണ്ടന്റ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ആർട്ടിക്കിൾ എഴുതുന്നതിന്റെ ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ എന്ത് എഴുതിയാലാണ് ഓടുക എന്നുള്ളത് കുറച്ച് ആർട്ടിക്കിൾ വായിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഡെയിലി അവിടെ ഒരു ഓൺ ആവറേജ് ഒരു 200 ആർട്ടിക്കിളോളം അടിക്കുന്നുണ്ട്. ഞാനത് മൊത്തം വായിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഏകദേശം ഇതിലൊരു ടോപ്പ് 10 ഏതാ നമുക്ക് അപ്പൊ തന്നെ അനലിറ്റിക്സിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആളുകളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കുറെ കഴിയുമ്പോൾ നമുക്ക് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ക്യൂബ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ ആണ് ക്യൂബിനും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏകദേശം എന്ത് കൊടുത്താൽ ആളുകൾ കാണുന്നുണ്ട്, എന്ത് കൊടുത്താൽ ആൾക്കാർ വായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇരുന്നിരുന്ന ഒരു ദിവസം ഞാൻ ചുമ്മാ ആർട്ടിക്കിൾ അടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ആ സമയത്തെ ഏറ്റവും നല്ലൊരു ടോപ്പിക് നോക്കി ഞാൻ ആർട്ടിക്കിൾ അടിച്ചു. അതൊരു അതൊക്കെ ഓർമ്മയുണ്ട്. ആ ആർട്ടിക്കിളിൽ ഒന്ന് ദ ലോൺലിയസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ വന്ന സാധനം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഏകാഗിയായുള്ള പക്ഷി എന്ന് പറഞ്ഞ സാധനം. അതിന്റെ ഒരു വലിയ കഥ ഞാൻ മുന്നേ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ സ്റ്റോറി അടിച്ചപ്പോൾ അത് ടോപ്പിലോട്ട് പോവുകയും അത് അവിടെ നിൽക്കുകയും കുറെ ആൾക്കാർ വായിക്കുകയും പിന്നീട് അവിടെ വീണ്ടും അടിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. അപ്പൊ അവിടെയാണ് ഞാൻ ഈ ന്യൂ കമേഴ്സിനോട് പറയാനുള്ള കാര്യം വെച്ചാൽ ആ സമയത്ത് എനിക്ക് ഒരവസരം കിട്ടി അടിച്ചോളാൻ പറഞ്ഞു. അതിനെ ഞാൻ യൂസ് ചെയ്തു. ഞാൻ ഡെയിലി 3, 4, 5 ആർട്ടിക്കിൾ വെച്ച് അടിക്കുകയും
അതൊരു 1.5 വർഷത്തോളം തുടരുകയും 1.5 വർഷം കൊണ്ട് 12,000 ആർട്ടിക്കിൾ അടിക്കുകയും ചെയ്തു. അങ്ങനെ അടിച്ച് ലോങ് ഫോം ആർട്ടിക്കിൾസ് അടിച്ചു. എല്ലാം 1000 വാക്കുള്ള ആർട്ടിക്കിൾ. ഞാൻ അടുത്ത ദിവസം നോക്കും രാജീവ് ഗാന്ധിയുടെ ചരമതി. ഓക്കെ, രാജീവ് ഗാന്ധി എങ്ങനെ മരിച്ചു, മരണമാല്യവുമായി കാത്തുനിന്ന ചാവേറും മറ്റേ ജീവനെടുത്തു അങ്ങനെ അടിച്ച് സാഹിത്യത്തിൽ അടിച്ചു വിടും. ആ സാധനം ആളുകൾ അതിനോട് റിലേറ്റ് ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി മരിക്കുന്ന ദിവസമാണ് ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ലാസ്റ്റ് സീക്വൻസ്. ഇങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഒരു വീഡിയോന്റെ കുറച്ച് ആശയങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രോഗ്രാം ഐഡിയ പറയാൻ പറഞ്ഞപ്പോൾ ഞാനും ഒരു ഐഡിയ വന്ന് ഇത് എഴുതിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഒരു വീഡിയോ ഫോമാറ്റിൽ നമുക്ക് കൊടുക്കാം. എല്ലാത്തിലും കഥയുണ്ട്. അപ്പൊ ഞാനോട് സാധാരണ ഗതിക്ക് ഒരു ലോങ് ആർട്ടിക്കിൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 12,000 അല്ല 1,500 വാക്കുള്ള ഒരു ആർട്ടിക്കിൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കഥ തീരില്ല. ഇത് വായിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഒക്കെ വന്ന് ചായ അവിടെ കഫറ്റീരിയയിൽ നിന്നിട്ട് അപ്പൊ പക്ഷെ അത് നല്ല രസമുണ്ട് ആ പോർഷൻ അല്ല അതിന്റെ അപ്പുറത്ത് വേറെയും കഥ ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു കഥയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു പേര് കൊടുക്കണം എന്നുള്ള സമയം വന്നപ്പോൾ ഞാൻ ചുമ്മാ കേട്ടാ. പിന്നെ എനിക്കൊരു ധാരണ മറ്റ് ഭാഷകളിലുള്ള പരിപാടി കണ്ടിട്ട് എനിക്ക് ധാരണ ഉണ്ട്. അതായത് ഒരു പ്രോഗ്രാം എല്ലാ കാലത്തേക്കും നിലനിൽക്കണമെങ്കിൽ അതിനൊരു ബ്രാൻഡ് നെയിം വേണം. അപ്പൊ ആ ബ്രാൻഡ് നെയിം ഇതിന്റെ ഇൻട്രോയിൽ തന്നെ വരികയും വേണം. ഒരു പഞ്ച് ലൈൻ വേണം. ഇതൊക്കെ ഞാൻ വേറെ ചാനലുകളിലെ പരിപാടികളും വേറെ ലാംഗ്വേജിലെ പരിപാടിയും മലയാളത്തിലെ തന്നെ പരിപാടികളും കണ്ടുകൊണ്ടുള്ളൊരു എനിക്ക് കിട്ടിയ രൂപം വെച്ചാൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ ആളുകൾ അത് ഏറ്റെടുക്കും. അത് പഞ്ച് ലൈൻ വേണം, അത് ഇൻട്രോയിൽ വരണം, അത് ഹിറ്റ് ആവണം. എങ്കിൽ പ്രോഗ്രാം ഹിറ്റ് ആവും. കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാം വേണം. ഒരു നമ്മളെ ചാനൽ അനീഷേട്ടൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഈ പരിപാടി ഹിറ്റായത് ഒരു 1000 ഘടകങ്ങൾ അല്ലെങ്കിൽ 1000 ചേരുവകൾ ഒന്നിച്ചു വന്നുകൊണ്ടാണ്. ഈ നാളെ വേറെ പരിപാടി തുടങ്ങി അത് ഓടിക്കോളന്നില്ല. അപ്പം ഇതിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ ഓടി. അപ്പം ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മള് നിലനിർത്തുക, ഒന്നിച്ച് കൊണ്ടുപോവുക, പുതിയ പ്രോഗ്രാം തുടങ്ങേണ്ട അതിലോട്ട് ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആളുകളെ ഇഷ്ടം നേടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാനോ ചൈതന്യം നാളെ ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇത് ആൾക്കാർ ഇഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് ഇപ്പൊ വല്ലാത്തൊരു കഥ എന്ന് കേൾക്കുമ്പോൾ പലരും പലയിടത്തും വെച്ച് തന്നെ പറഞ്ഞ് ചേട്ടാ മറ്റേ വേറിട്ടൊരു കഥ മറ്റേ ബാബു ബാലേന്ദ്രൻ അല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് അടുത്തിടെ കിഡ്നിയുടെ പ്രശ്നം വന്നപ്പം ഞാനിങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങനെ രാവിലെ മുതൽ ജനറൽ ഹോസ്പിറ്റലിൽ കാത്തിരിക്കാം. ഉച്ചയപ്പോഴും ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. തളർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അയാളെ വീട്ടിലോട്ട് പോകണം, ഡോക്ടറെ വീട്ടിലോട്ട് സ്കാൻ റിസൾട്ട് കാണിക്കാം. ഞാനിങ്ങനെ തല കറങ്ങി നിൽക്കാം. ആ സമയത്ത് ചേട്ടൻ വല്ല ചേട്ടൻ ഒന്ന് പൊക്കോട്ടെ, ഇപ്പൊ വരാം, ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തിട്ട് പോരാ. അപ്പൊ ഞാൻ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ആളുകൾ അങ്ങനെ ഒരാൾ റോഡ് സൈഡിൽ നിന്ന് ചോദിക്കണമെങ്കിൽ അത് എളുപ്പമല്ല. ഒരാൾ എന്നോട് വഴി കൂടെ പോകുന്ന ആൾക്കാർ ചേട്ടൻ പരിപാടി ഹിറ്റാവുക എന്ന് പറയുന്ന ഒരു കാര്യവും റേഡിയോയുടെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുക എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒരാൾക്ക് ഒരു പരിപാടിയുടെ ഇഷ്ടം തോന്നുകയും അത് എന്റെ കൂടി പരിപാടിയാണെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യുമ്പോൾ അത് അവിടെ നമ്മൾ വിജയിച്ചു. അത് ഉണ്ടാക്കി അങ്ങനത്തെ കൂടുതൽ പ്രോഗ്രാംസ് വരണം. അതാണ് എന്റെ ആഗ്രഹം. വല്ലാത്ത അതിൽ നിൽക്കരുത്. ഇപ്പൊ ചൈതന്യ ആളെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതും ചൈതന്യ മറ്റേ ആ പ്രോഗ്രാം അല്ലേ എന്ന് പറയുക, അതെനിക്ക് ഇഷ്ടമാണ് എന്ന് ചൈതന്യനോട് തന്നെ ഒന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. അത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഉണ്ടാവും, ആളുകൾക്ക് കൂടുതൽ വിവരം കൊടുക്കുന്നതാണെങ്കിൽ ഉണ്ടാവും, ആളുകളെ രസിപ്പിക്കുന്നതാണെങ്കിൽ ഉണ്ടാവും, ചിരിപ്പിക്കുന്നതാണെങ്കിൽ ഉണ്ടാവും. അങ്ങനെ പല ഫ്ലേവറിലെ സാധനങ്ങൾ വരുന്നുണ്ട്. എന്റെ പരിപാടി ഹിസ്റ്ററി ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ സംഭവങ്ങൾ ബേസ്ഡ് ആണ്. ഞാൻ എല്ലാ ജോണറിലും പോകുന്നത് എല്ലാ തരം പ്രേക്ഷകരെയും കൂടെ നിർത്താൻ എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ കഥകൾ പറയുക എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ചരിത്ര കഥകളൊക്കെ ആകുമ്പോഴത്തേക്കും മീൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണമല്ലോ, നമ്മൾ കേട്ടിരിക്കണമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്രയും എന്താ പറയാ റിമാർക്കബിൾ ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് ചെല്ലണം. അതിന് നമ്മുടെ ഈ ബാബു ചേട്ടൻ ചെയ്യുന്ന ആ ഒരു മാജിക് എന്താണ്? മാജിക് ഒന്നുമില്ല. എന്താ വെച്ചാല് ആളുകൾക്ക് എല്ലാ കഥകൾക്കും ഒരു തുടക്കം ഉണ്ടാവണം. അതായത് ഒരു ഓപ്പണിംഗ് സെഗ്മെന്റ് ഉണ്ടാവണം. പിന്നെ എന്റെ ഒരു ഫോർമാറ്റ് ഇതാണ് ആ പ്രോഗ്രാമിന്റെ. ഒരു ഓപ്പണിംഗ് സെഗ്മെന്റ് അതിങ്ങനെ ഒരു സസ്പെൻസിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു അവസാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് വല്ലാത്തൊരു കഥയാണെന്ന് തോന്നുന്നു, കട്ട് ചെയ്യുന്നു, ആ ഒരു മുണ്ടാഷ് അടിക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വീണ്ടും തുടങ്ങുന്നു. അന്ന് അത് സെഗ്മെന്റ് ആയിട്ട് ഓരോ പാർഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു, അതിന്റെ ഓരോ ഫേസിലോട്ട് കൊണ്ടിട്ട് ഒരു ക്ലൈമാക്സിൽ പോയിട്ട് അവസാനിപ്പിക്കുന്നു. ഇതിനിടയിലൂടെ നമ്മളൊരു അവരെ കൂടെ കൊണ്ടുപോവാണ്. പലപ്പോഴും ഇതൊരു ഓഡിബിൾ എക്സ്പീരിയൻസ് കൂടെ ആയിട്ട് മാറുന്നുണ്ട്. റേഡിയോയുടെ ഒരു സ്വഭാവം വരുന്നുണ്ട്. ആൾക്കാരെ കാണണം എന്നില്ല, കേട്ടാലും മതി. കണ്ണ് കാണാത്തവർക്ക് കൂടി അത് കാണാം. അങ്ങനെ കണ്ണ് കാണാത്തവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കാണാം. കാരണം വെച്ചാൽ മറ്റുള്ളവർ ഞാനിത് കാണുന്നതുകൊണ്ട് അതിൽ ലിമിറ്റഡ് ആണ്. കണ്ണ് കാണാത്തവർ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് ആലോചിക്കാൻ പറ്റുന്നു. ഞാൻ അതുകൊണ്ടാണ് ഹെലൻ കെല്ലറെ പറ്റി എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ എപ്പിസോഡും ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പം ഹെലൻ കെല്ലറെ പറ്റി എപ്പിസോഡ് ചെയ്തപ്പം ഞാൻ ആദ്യം ചെയ്തത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. അതിലേക്ക് കേരളത്തിലെ എനിക്കറിയാവുന്ന വിഷ്വലി ചാലഞ്ചർ ആയിട്ടുള്ള ഒരുവിധം ആക്ടിവിസ്റ്റുകളെയും അതിൽ താല്പര്യമുള്ള ആളുകളെ ഞാൻ പോസ്റ്റ് ഇടും. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതിന്റെ അകത്ത് ആ എപ്പിസോഡിന് പിന്നിൽ ഒരു
8-10 വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ റീഡിങ്, എപ്പിസോഡ് റീഡിങ്, സ്ക്രിപ്റ്റ് റീഡിങ്, അതിന്റെ വെറ്റിംഗ്. അതിൽ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളെ പോലും നോവിക്കുന്ന ഒരു വാക്ക് പോലും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനകത്ത്. എന്നുവെച്ചാൽ നമ്മൾ ഏതെങ്കിലും എപ്പിസോഡ് ചെയ്തിട്ട് ഒരാൾ വേദനിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് ഒരിക്കലും എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരു കണ്ണില്ലാത്ത ക്രൂരതയാണ് അവർ കാണിച്ചത് പറഞ്ഞത്. ഒരു വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളെന്ന് കണ്ണില്ലെങ്കിൽ എന്താ ക്രൂരത, അങ്ങനെ. ഞാൻ അങ്ങനത്തെ ഒരു കാര്യം എന്തായാലും ഇതിൽ വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുപേരെ അതിനായിട്ട് തന്നെ ഞാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഒരുവിധം എല്ലാ, ഇപ്പൊ ഞാൻ മൈക്കൽ ജാക്സനെ പറ്റി എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൈക്കൽ ജാക്സൺ നാട്ടുമരുന്നാണോ അങ്ങാടി മരുന്നാണോ അറിയാത്തൊരു മനുഷ്യനാണ് ആയിരുന്നു ആ സമയത്ത്. എപ്പിസോഡ് ചെയ്യും ഓരോ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പും എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വിഷയം 0 എന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്റെ ക്യൂരിയോസിറ്റീസ് ആണ് എല്ലാം. മൈക്കൽ ജാക്സൺ എന്താ, മൈക്കൽ ജാക്സൺ എന്തെത്തുമോ. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മൈക്കൽ ജാക്സൺ ആണ്. കാരണം എപ്പിസോഡ് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല അതിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് മൈക്കൽ ജാക്സനെ സംബന്ധിച്ചിടത്തോളം ഒരു അലിഗേഷൻ ഉണ്ടല്ലോ, ഒരു ചൈൽഡ് അബ്യൂസ്. അപ്പൊ അത് ഞാനത് വേറെ രീതിയിൽ അഡ്രസ് ചെയ്ത്, അതുണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ ഞാൻ അഡ്രസ് ചെയ്ത് കഴിച്ച കലാകാരൻ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത കലയെ അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതുണ്ടോ, കല എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അങ്ങനെയാണോ അല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ള ചോദ്യത്തിലൂടെ അങ്ങ് കൊണ്ടുപോയതാണ്. പക്ഷെ ഈ ഫാൻസ് വിളിച്ച് ചീത്ത പറയുന്നത് ഞങ്ങളുടെ സാർ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ പറയാത്തത് ഞാനത് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഉള്ളത് ഇവിടുന്ന് വരുന്ന അലിഗേഷൻ ഇതാണ്, അവസാനം കോർട്ടിന്റെ വിധി ഇതാണ് എന്നൊക്കെ പറയാന്നല്ലാതെ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ എപ്പിസോഡും നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റീസിനാണ്. ഈ ക്യൂരിയോസിറ്റി നിന്നോടെ പരിപാടി നിൽക്കും. അത് എനിക്കിപ്പോ ക്യൂരിയോസിറ്റി ഒന്നിനെ പറ്റി ഇല്ലെങ്കിൽ നാളെ മുതൽ എപ്പിസോഡ്സ് ഉണ്ടാവില്ല, എനിക്ക് മതിയാവും. ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉണ്ട്. ഞാനതെല്ലാം കഴിഞ്ഞാൽ കൊള്ളാം, ഞാൻ അത്യാവശ്യം നല്ല സാധനം ഉണ്ടാക്കി എന്നുള്ള സന്തോഷം അവസാനം എനിക്കും ഉണ്ടാവും, അത് കൂടെ നിൽക്കുന്നവർക്കുണ്ടാവും. ഈ പറഞ്ഞ 8-10 പേര് ഇതിനകത്തുനിന്ന് ഞാൻ എൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. അതായത് ഞാനൊരു ഗൂഗിൾ ഡോക്ക് ഉണ്ടാക്കുന്നു, അതിനകത്ത് ആളുകളെ പെർമിഷൻ കൊടുത്ത് ആഡ് ചെയ്യുന്നു, അവരൊക്കെ ഇത് വായിക്കുന്നു, അവർ മൈനർ സജഷൻസും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് നമുക്കുണ്ട്. എല്ലാ വീഡിയോസിനും എല്ലാ എപ്പിസോഡ്സിനും കഴിയാവുന്നത്ര. മുൻകാലങ്ങളിൽ എനിക്ക് ലിമിറ്റേഷൻ വെച്ചാൽ എനിക്ക് ഒരുപാട് സമയം കിട്ടാത്ത ചില എപ്പിസോഡുകൾ ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരുവിധം എല്ലാ എപ്പിസോഡുകളിലും ഞാൻ ഇതേപോലെ അതാത് മൈക്കൽ ജാക്സൺ ഫാൻ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ എപ്പിസോഡ് ചെയ്തത്. അയാൾ എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ പക്ഷെ മ്യൂസിക്കായിട്ട് ബന്ധം, മ്യൂസിക്കോളജി പഠിച്ചുള്ള കുറച്ച് ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് മൈക്കൽ ജാക്സന്റെ പാട്ടുകളിലെ സംഗീതാംശത്തെ പറ്റി ഞാൻ അതിനകത്ത് വിശകലനം ചെയ്തിട്ടുണ്ട്, അവരെ ഉദ്ധരിച്ചുകൊണ്ട്. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രസന്റർ മാത്രമാണ്. പലപ്പോഴും പലരുടെയും അറിവുകളാണ് ഞാൻ അതിൽ പങ്കുവെക്കുന്നത്, പലരുടെയും വാക്കുകൾ അതുപോലെ എടുത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ കേട്ടിച്ച് കൊടുക്കാനും ലാസ്റ്റ് അവരുടെ പേരുകളും അവരുടെ വർക്കുകളും ലിസ്റ്റ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. പലരും ചെയ്യുന്ന പോലെ ഇത് കുഴിച്ചെടുത്തോലെ പറയാറില്ല. ഞാൻ എവിടെന്നാ സോഴ്സ് എന്ന് കൃത്യമായിട്ട് അവസാനം പറയും, എന്റെ പുസ്തകങ്ങളാണ്. ഇപ്പൊ ഇനിയിപ്പോ യൂട്യൂബ് ചാനലിൽ സ്വന്തമായിട്ട് ഞാനിപ്പോ പറഞ്ഞല്ലോ അതിനെപ്പറ്റി പറയാൻ, അതിലേക്കാണ് നമ്മൾ വരാനിരിക്കുന്നത്. അപ്പം അതിലേക്ക് കുറച്ചും കൂടി നമ്മുടെ വ്യൂവറുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ചും കൂടി നന്നാക്കാനും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശ്രമങ്ങൾ ഇനി വരാൻ ഇരിക്കുന്നു ഭാവി. പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. ഈ ഒരു ടേണിംഗ് പോയിന്റ് എടുക്കാനായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പെട്ടെന്നൊരു ദിവസം കേൾക്കുകയാണ് വല്ലാത്തൊരു കഥ തീരുന്നു, അല്ലെങ്കിൽ വല്ലാത്തൊരു കഥ ഇനി നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയാണോ ഇത് കൊടുക്കേണ്ടത്, അതോ വല്ലാത്തൊരു കഥ തുടരുന്നു എന്നാണോ നമ്മൾ പറയേണ്ടത്? എന്താണ് അത് ചെയ്യേണ്ടത്? ആക്ച്വലി എന്താണ് ആ ഒരു പ്ലാൻ? കഥയ്ക്ക് ഫേസ് 1 എന്നത് ഒരു അർദ്ധവിരാമം. അത് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അവിടെ ഞാൻ ജോലി ചെയ്ത 6 വർഷക്കാലത്തിനിടയ്ക്ക് 4-4.5 വർഷം 220ഓളം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ അർത്ഥത്തിൽ അതൊരു ആ ചെയ്ത വർക്കുകൾ അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. അത് ഇറ്റ് വിൽ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അത് അവിടെ നിൽക്കും. അതുമായിട്ട് അതിന്റെ തുടർച്ച ഞാൻ വേറെ അർത്ഥത്തിൽ കുറച്ചും കൂടി അതിനുവേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് വ്യൂവർ കമ്മ്യൂണിറ്റിയെ കുറച്ചുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളോട് പരിഗണിച്ചുകൊണ്ട് അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചും കൊണ്ട് ഒരു പൊതുജന പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമായിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് ക്വാളിറ്റി കൂട്ടും, അവർക്ക് വേണ്ട കണ്ടന്റുകൾ ഇതിനകത്ത് വരും, കുറേ കൂടെ ഉത്തരവാദിത്വം എനിക്ക് വരും. അപ്പം ചെയ്യുന്ന കണ്ടന്റിന്റെ അതിൽ നിന്നുള്ള മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, കൂടുതൽ ബെറ്റർ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു റീച്ചബിലിറ്റി കൂട്ടുക എന്നുള്ളതും ആളുകളായിട്ട് കൂടുതൽ 1-to-1 സമ്പർക്കം ചെയ്യാൻ പറ്റുകയും ആ പ്ലാറ്റ്ഫോം, അതായത് നാളത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പകുതി ഡിജിറ്റലിലും പകുതി ചാനലുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ പൂർണ്ണമായിട്ടും ഡിജിറ്റലിലോട്ട് അവനെ പറിച്ചു നടുകയും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഗുഡ്വില്ലിനും സെൽഫിയറിനും ഒരു തരത്തിലുള്ള ഭംഗവും വരുത്താത്ത രീതിയിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് അതിനെ അതേ പ്രൊഡക്റ്റിന് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചൊന്നും നിർത്തലോ ഒന്നുമില്ല. വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ആ പേര്
എല്ലാ കാലത്തേക്കും നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചെയ്ത കഥകളൊക്കെ അവിടെ ഉണ്ട്. എത്രയോ കാലം കഴിഞ്ഞാലും കുട്ടികൾ ഇനി നാളെ മുതൽ ചിലപ്പം നാളെയും ഒരു ഭഗത് സിംഗിനെ പറ്റി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ചിലപ്പം ടീച്ചർ പറയും പോയി കാണാൻ പറയും. ഇപ്പൊ 9ാം ക്ലാസ്സിൽ ആന ഡോക്ടർ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു സാർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, 9ാം ക്ലാസ്സിൽ ആന ഡോക്ടറെ കുറിച്ച് അധ്യായമുണ്ട്. അപ്പം ഡോക്ടർ കെ ആരാണെന്നാണ് ആന ഡോക്ടറിൽ കുറച്ച് ഫിക്ഷണൽ ആയിട്ടാണ് പറയുന്നത്. അതിലൊരു പാഠഭാഗമാണ് 9ാം ക്ലാസ് പഠിക്കാനുള്ളത്. പക്ഷെ ആ അധ്യാപകൻ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനൊരു എപ്പിസോഡ് ഉണ്ട്, അത് പോയി കണ്ടിട്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് വരൂ എന്ന് പറയാൻ മാത്രമല്ല, ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ നേരിട്ട് കാണിക്കാം. സ്മാർട്ട് ക്ലാസ് കുട്ടികളെ ഇരുത്തിയിട്ട് ഇവർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് സാറിന് മാറി നോക്കിയാൽ എന്താണ് ശ്രദ്ധിക്കുന്നുണ്ടോ. സാധാരണ രീതിക്ക് എന്തിട്ട് കുട്ടികൾ ഉറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 5-6 കുട്ടികളിലധികം ലൈബ്രറിയിലോട്ട് പോയിട്ട് ആന ഡോക്ടർ പുസ്തകം ചോദിച്ചു വന്നു. അപ്പം ഫ്രം വീഡിയോ, ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് വായിക്കാൻ ഇത്രയും വൈമുഖ്യമുള്ള ഒരു തലമുറ വരില്ല. അറ്റൻഷൻ സ്പാൻ വല്ലാതെ കുറഞ്ഞു. അപ്പൊ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ കുട്ടികൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഇൻട്രീഗ്ഡ് ആവണം. അവർ കാണാൻ, വായിക്കാൻ, ആ വായന എന്ന് പറയുന്ന കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന കല തിരിച്ചുപിടിക്കണം. കാരണം അതിന്റെ സുഖം എന്താണെന്നും അതിന്റെ രസം എന്താണെന്നും തിരിച്ചറിയുന്ന തലമുറയാണ് എന്റേത്. ഞാൻ പ്രീ സോഷ്യൽ മീഡിയ ചൈൽഡ്ഹുഡ് കഴിഞ്ഞ മനുഷ്യനാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ പലർക്കും. പ്രീ സോഷ്യൽ മീഡിയ ചൈൽഡ്ഹുഡ് കഴിയാന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അനുഭവമാണ്. കാരണം വായിക്കാതെ നിവൃത്തിയില്ല. അത് ഞാൻ മുമ്പ് പലർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വായന എന്ന് പറഞ്ഞ സുഖത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും കുട്ടികൾക്ക് ഈ പരിപാടി കാണുക. അതിന്റെ റെഫറൻസസിലേക്ക് നമ്മൾ റെഡിലി റെഫറൻസസ് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റെഫറൻസസ് കൊടുക്കാനുള്ള പ്ലാനാണ്. അതായത് നേരത്തെ നമ്മൾ വെറുതെ ഡിസ്പ്ലേ കാണിച്ചിരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുത്ത് കൃത്യമായിട്ട് അത് എവിടെയാണ് പോയി വായിക്കാൻ പറ്റുക, ഏത് ലൈബ്രറിയിലാണുള്ളത് തുടങ്ങിയ സാധനങ്ങളടക്കം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് കുട്ടികളെ ലൈബ്രറികളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു വായനയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം കൂടി ഇതിനകത്തുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ പോയി കൈമോശം വന്നു പോയ കാര്യങ്ങൾ. അതെ, 4 വർഷമായി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ 220 എപ്പിസോഡുകളായി. ആ ഒരു ടൈം പീരീഡ് എന്തുകൊണ്ടാണ് എടുത്തത്? കാരണം അതിന് മുൻപേ ഹിറ്റായി ബ്രാൻഡ് ആയതാണ് വല്ലാത്തൊരു കഥ. അതായത് എന്റെ എല്ലാ കാലത്തെയും ആഗ്രഹങ്ങളിലൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം ജേർണലിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാനിങ്ങനെ അത്രയും ഉള്ളിൽ ഇന്നേറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന അങ്ങനെയല്ല, ഞാനിപ്പോ ജേർണലിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഒരു ബഹുമാനം ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷനായിരുന്നു ജേർണലിസം എന്ന് പറയുന്നത്. ഞാൻ അന്ധകാലത്ത് ആരും എന്നോട് ജേർണലിസ്റ്റ് എന്നൊരു പ്രൊഫഷനായിട്ട് എടുക്കാമെന്ന് പറയാത്തതുകൊണ്ട് ഞാൻ ജേർണലിസ്റ്റ് ആയില്ല, എഞ്ചിനീയർ ആയി പോയി. പിന്നീട് സന്ദർഭവശാൽ 37-ാം വയസ്സിൽ എഞ്ചിനീയർ ജേർണലിസ്റ്റായി മാറി. 6 വർഷം ചെലവിട്ടു. ഇപ്പൊ 43 വയസ്സായി. അപ്പൊ ഈ ഒരു അവസരത്തിൽ 5-6 വർഷത്തെ ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായ കാര്യം, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇത്ര ദിവസം ഇരുന്നത്. ഇപ്പൊ സന്തോഷം തീർന്നൊന്നോ കഴിഞ്ഞൊന്നോ അല്ല. എനിക്ക് നമുക്ക് എല്ലാ പൊസിഷനിൽ ഇരിക്കുമ്പോഴും നമുക്കൊരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യും. ചില കംഫർട്ട് സോൺ ഫീൽ ചെയ്യും. ഡെയിലി പോകുന്നത് ഒരേ കംഫർട്ട് സോണിലേക്ക് ആകുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയും. അപ്പൊ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയും കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ, കുറച്ചുകൂടി സാധ്യതകൾ, കുറച്ചുകൂടി വെല്ലുവിളികൾ അതൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിച്ചാലേ നമുക്ക് ക്രിയേറ്റിവിറ്റി കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്, കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തപ്പം പെയിൻ ആയിരുന്നു, പേടിയായിരുന്നു, എന്തായിരുന്നു ആ ഒരു ഫീലിംഗ് ഫ്രം? അതെന്ന് വെച്ചാല് ഈ അനൈസ്റ്റിന്റെ ഒരു കവിത ഉണ്ട്, അതിനകത്ത് പറയുന്ന സാധനമുണ്ട്. അതായത് റിസ്ക് എന്നാണ് കവിതയുടെ പേര്. അപ്പൊ അതിൽ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ആൻഡ് ദ ഡേ കെയിം വെൻ ദ പെയിൻ ഇറ്റ് ടുക്ക് ടു റിമെയിൻ ഇൻ ദ ഷെൽ became bigger than the risk it takes to break open and play. പാരഫ്രൈസ് ചെയ്താണ് കൃത്യമായിട്ട്. അത് ഒരു ഷെല്ലിനകത്ത് അടങ്ങിയിരിക്കാനുള്ള പെയിൻ എന്ന് പറയുന്നത് ആ തോട് പൊട്ടിച്ച് പുറത്തിറങ്ങി പറന്നു പോകാനുള്ള റിസ്കിനേക്കാൾ വലുതാകുമ്പോൾ നമ്മൾ പൊട്ടിച്ച് പുറത്തിറങ്ങുന്നതാണ്. അപ്പൊ നമുക്കത് ആ ഒരു സിറ്റുവേഷൻ എത്തി എന്നുള്ളൊരു ഉൾവിളി വരും നമുക്ക് പലപ്പോഴും. ഓരോ ഘട്ടത്തിലും അത് വരാറുണ്ട്. എനിക്കിപ്പോ ഇപ്പോഴാണ് കറക്റ്റ് സമയം. പക്ഷെ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. കാരണം നമുക്ക് മാസം കൃത്യ ശമ്പളം കിട്ടുന്ന ജോലി ഒരു കാരണവശാലും അതിന് ഭംഗം വരില്ല എന്ന് നമുക്കറിയാം. അതിൽ നിന്നാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ്. സബ്സ്ക്രൈബർ ആവുകയും അതിന് കുറച്ച് സാമ്പത്തികം ഉണ്ടല്ലോ. അതായത് ആൾക്കാർ ഇത്ര പേര് സബ്സ്ക്രിപ്ഷൻ എടുത്താലേ എനിക്ക് യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒരു വെക്കേഷനിലേക്ക് ആൾക്കാർ കൊണ്ടുപോയി നല്ല ഉദ്യമങ്ങളെ എല്ലാ കാലത്തും നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നതന്നെ ഞാൻ വിചാരിക്കുന്നത്. അതായത് പണ്ട് പറഞ്ഞാൽ നല്ല വെച്ചാൽ 10,000 അരി ഉണ്ടെന്ന് പറഞ്ഞാൽ എലി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് വല്ലാത്ത കഥ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് പുതിയത് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്താണ് ബാബുചേട്ടൻ അതൊരു പുതിയ ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ടൈറ്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഈ വല്ലാത്തൊരു കഥ പോലെ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ശൈലിയിൽ തന്നെയാണോ തുടരുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഇതും സെയിം ആയിരിക്കില്ലേ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ പ്രേക്ഷകർക്ക്. അപ്പം അതിന് പറയാനുള്ള ഒരു കാര്യം,
എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതിന് ചിലപ്പം ചില രീതിയിൽ ഇംപ്രൂവൈസേഷൻ സാധ്യതകളുണ്ട്, പക്ഷെ ആ ഒരു ഫോർമാറ്റിന് ഒരു രസമുണ്ട് എനിക്ക് ചെയ്യാൻ. അപ്പൊ അത് കുറച്ചും കൂടി പലരും എന്നോട് പറയുന്നുണ്ട് സ്പീഡ് കുറച്ച് കൂടുതലാണ്, അപ്പൊ അതൊന്ന് കുറച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി രസം ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്ക് പിച്ച് കുറച്ച് കുറയ്ക്കാം, അതൊക്കെ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു പേരാണ്, നല്ലൊരു ആൾക്കാർ ഇഷ്ടപ്പെട്ട പേരാണ്, ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പേരാണ്. അത് മാറ്റേണ്ട കാര്യമില്ല. അത് മാറ്റിക്കൊണ്ട് എനിക്കോ ഞാനിപ്പോൾ ഇറങ്ങി വരുന്ന സ്ഥാപനത്തിനും ഗുണമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്താൻ ഓക്കെ ഇതുവരെ ഉള്ളതൊക്കെ നമുക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ പുതിയതായിട്ട് പോകുന്നതിനും അതിനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ലെഗസി അതുപോലെ നിലനിർത്താം. ഇത് എല്ലാ കാലത്തും ഈ ബ്രാൻഡ് നെയിം നിലനിൽക്കും, ഈ ഒരു പേര് നിലനിൽക്കും. അതേ പ്രൊഡക്റ്റ് തന്നെ ആൾക്കാർ കാണുമ്പോൾ ആളുകൾ ഇതെല്ലാം ഒരേ പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു ധാരണ നിലനിൽക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതേ ബ്രാൻഡ് പേരിൽ തന്നെയാണ് പേര് തന്നെയാണ് പുതിയ പ്രൊഡക്റ്റും വരുന്നത്. പുതിയ വീഡിയോ ചാനലിലെ ആ ഒരു പ്ലേലിസ്റ്റും വരുന്നത്. അപ്പം എന്റെ പേരിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിന്റെ അകത്തൊരു പ്ലേലിസ്റ്റ് ആണ് വല്ലാത്ത കഥയായിട്ട്. വേറെയും 1-2 സബ് പ്രൊഡക്റ്റുകൾ ആലോചിക്കുന്നുണ്ട്. അല്ല, അത് നമുക്ക് സമയം കിട്ടും പോലെ. അപ്പൊ നമുക്ക് ഒരുപാട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആളുകൾ സംസാരിക്കാൻ താല്പര്യമുണ്ട്. അപ്പം അത് ചിലപ്പം സെലിബ്രിറ്റി ആയിക്കോളുന്നില്ല. അത് ചിലപ്പം വളരെ കാമ്പുള്ള ഒരു മനുഷ്യൻ, അയാളെ എനിക്ക് ഒത്തുകിട്ടി, നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് ഞാൻ ചിലപ്പോൾ ഇരിക്കുന്ന ഒരു ബീച്ചിലായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു കാടിന്റെ അടുക്കായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ സെറ്റ് ചിലപ്പം സ്റ്റുഡിയോ ഒന്നും ആയിക്കോളുന്നില്ല, എവിടെയെങ്കിലും ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ആളുടെ സോൾഫുൾ കോൺവെർസേഷൻസ് നടത്താം എന്ന് ആഗ്രഹമുണ്ട്. അതൊന്ന്. പിന്നെ കുട്ടികളെ അഡ്രസ് ചെയ്തുകൊണ്ട് കുറച്ച് പരിപാടികൾ. കുട്ടികൾക്ക് വേണ്ടി ആരും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇൻസ്പിറേഷനും കുട്ടികൾക്ക് വിവരവും ഒക്കെ വെപ്പിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കുറവ് നമ്മളെ വിഷ്വൽ മീഡിയയിൽ ഇപ്പൊ ഉണ്ട്. അതിനെ ഫില്ല് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ എഡ്യൂട്ടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു മൊത്തം വലിയ സെക്ടർ തന്നെ എം ടി ആയി കിടക്കാണ്. ഈ എഡ്യൂട്ടൈൻമെന്റ് വളരെ വെല്ലുവിളികളുള്ള ഒരു ഫീൽഡാണ്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പം റിബലിയസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അവരെ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പഠിപ്പിക്കില്ല. നിങ്ങളൊരു ബോർഡും ചോക്ക് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാൻ വീഡിയോ അടിച്ചിറങ്ങി ഒരാൾ കാണില്ല. അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സ്റ്റോറി ഒരു നല്ലൊരു മാധ്യമമാണ്. അപ്പൊ ആളുകൾക്ക് ഞാൻ കഥ പറയാമെന്നും പറഞ്ഞുകൊണ്ട് അതിനിടെ കൂടെ കുറച്ച് പഠിക്കുന്ന കാര്യങ്ങളൂടെ കയറ്റി വിട്ടാൽ അവരോട് കഥ പറയുമ്പോഴും ഭാഷയും കഥ പറയുമ്പോൾ എഡിറ്റിംഗ് സ്പീഡും ഇൻഫോഗ്രാഫിക്സും ഒക്കെ വേറെയാണ്. അപ്പൊ അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്ന കഥകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു വേറെ പ്രൊഡക്റ്റ് തന്നെയായിട്ട് പറയുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് പീലിയോട് സംസാരിക്കുന്ന, പീലിയോട് പറയുന്ന കഥകൾ അങ്ങനെ ആ ടോണല്ല, അതല്ല. അവരൊക്കെ മുതിർന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും അങ്ങനെ കഥ പറയുന്നത് ഇഷ്ടമല്ല. അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ കഥ അറിഞ്ഞുന്ന കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്. അല്ലാത്തവരിടത്ത് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും മുതിർന്ന ആളുകൾക്കുള്ള കഥ പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് സീരിയൽ കില്ലിംഗ് ഉണ്ടാവാം, ചിലപ്പോൾ അതിനകത്ത് നമ്മൾ മാസ് മേഡേഴ്സ്, റേപ്പുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകേണ്ടി വരും. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ കുട്ടികൾക്ക് ഇത് കേൾക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ചില പാരന്റ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ പാരന്റ്സിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അവരുടെ കുട്ടികൾക്ക് ഇതൊന്നുമില്ലാത്ത, അതായത് പറഞ്ഞ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസസും ഇല്ലാത്ത ഒരു സ്ട്രീം ഓഫ് സ്റ്റോറീസ് വേറെ പറയാൻ പോകുന്നത്. അത് കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന കുറെ വ്യക്തികളെ പരിചയപ്പെടുത്തലാവാം, ഒരു സംഭവത്തെ പരിചയപ്പെടുത്തലാവാം. അതിന് പറഞ്ഞ വയലൻസ് എന്ന് പറഞ്ഞ സാധനം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു സ്ട്രീം ആയിരിക്കാം അത് വേറെ വരാൻ പോകുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു സാധനമായിട്ട് തന്നെ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ പ്രേക്ഷകരിലധികവും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ വേണ്ട സാധനമാണ് ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനം. അതിൽ പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആയാലും. അപ്പൊ അതിന്റെ പലതിന്റെയും ഹിസ്റ്ററി പലർക്കും ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമ്മാ ഇരുന്ന് കഥ പറയുന്നതാണെങ്കിൽ, ഞാനിപ്പോ റഷ്യൻ ഹിസ്റ്ററി ഓൾമോസ്റ്റ് കവർ ചെയ്തു പല ഭാഗങ്ങളായിട്ട്. അതുപോലെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ വളരെ വാസ്റ്റ് ആണ്. അത് തന്നെ 2-3 കഥകളൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ കഥ കേട്ട് പോകുന്ന കൂട്ടത്തിൽ ഇതങ്ങ് ഓർമ്മയിൽ നിൽക്കും. അത് ഞാൻ ഉദാഹരണം പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരു BA ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടല്ലോ, ഈ അപ്രീസിയേഷൻ എഴുതാൻ സാധനം ഉണ്ടല്ലോ. ഇപ്പം ഷേക്സ്പീരിയൻ കൃതികളുടെ അപ്രീസിയേഷൻ എഴുതാൻ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിക്ക് ഭയങ്കര മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ചപ്പം, അപ്പൊ ഈ പയ്യൻ മുടങ്ങാതെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ സാംബശിവന്റെ കഥാപ്രസംഗമാണ്. അപ്പൊ അതിന് സാംബശിവന് ശേഷമുള്ള ആളുകളുടെ കഥാപ്രസംഗങ്ങൾ പറയായിരുന്നു. അപ്പൊ സാംബശിവനൊക്കെ ചെയ്തിട്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഷേക്സ്പിയറുടെ കൃതികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ കഥാപ്രസംഗങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു. ആ കഥാപ്രസംഗം കേട്ടിട്ട് മൊത്തം കഥ അറിയാം, ഭാഷ അവന്റെ കയ്യിലുണ്ട്, അതെടുത്ത് പ്രയോഗിച്ചാൽ മാത്രം മതി. മറ്റേന്ന് വെച്ചാൽ ക്ലാസ്സിലിരിക്കും ഈ കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് കൊണ്ട് ശ്രദ്ധിക്കില്ല, കഥയും അറിയില്ല. കഥ അറിയാത്തവന് ഭാഷ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ ഭാഷയുണ്ട്, പക്ഷെ പറയാനുള്ള കഥയാണ് അറിയാത്തത്. ആ കഥ കേൾക്കാനുള്ള ക്ഷമയാണ് ഇല്ലാത്തത്. ഈ കഥയിലൂടെ ഈ ചരിത്രം കഥയിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചരിത്രം വളരെ ലളിതമായിട്ട് പഠിക്കുകയാണ്.
അത് പിന്നീട് അവരുടെ ഭാഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്ത മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞ സ്കൂളുകൾക്ക് പോലും ഈ പല എപ്പിസോഡുകളും ഭഗത് സിംഗ് ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, അംബേദ്കർ ഉണ്ട്. ഇവരെ ചരിത്രത്തിൽ ഒരു എല്ലാ പുരുഷന്മാരുടെ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ട് ഇനിയും ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്കൂളിൽ പോയിട്ട് എന്തായാലും ചാപ്റ്റർ പഠിക്കാനുണ്ട്, എന്നാലും ഒരു വല്ലാത്തൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു പുള്ളിയുടെ ഒരു ലൈഫിന്റെ ഒരു സ്കെച്ച് കിട്ടും. അതിൽ ഭാഷയിലിരിക്കുന്നത് മാർക്ക് സുഖമായിട്ട് കിട്ടും. ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ, ചില ഉപകാരങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പാഠപുസ്തകത്തിൽ നിന്ന് ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്, സ്റ്റഡിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള ആൾക്കാർ ഒരുപാട്. അവർക്കൊക്കെ ഇങ്ങനത്തെ നമ്മുടെ പോലത്തെ വിഷ്വൽ പ്രോഗ്രാംസ് അവർക്ക് ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു. അതിൽ കുറെ കൂടെ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുന്നവർക്കും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ലാതെ വേറെ കുറച്ച് സാധനങ്ങൾ പ്ലാനിലുണ്ട്. അങ്ങനെയും ഇപ്പോഴും ഈ ഒരു റിസർച്ച് എന്ന് പറയുന്ന സാധനം, ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് എന്നെ വരെ റിസർച്ച് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങോട്ട് എന്നെ പറ്റി പറഞ്ഞ് ഞെട്ടിച്ചു. അപ്പൊ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ബാബുച്ചേന്റെ വേറൊരു രണ്ട് മേഖല എന്ന് പറയുന്നത് ഒന്ന് വിവർത്തനവും മറ്റൊന്ന് എഴുത്തുമാണ്. ഇതിലേതാ ശരിക്കും ബാബുച്ചേന്റെ ലഹരി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു അങ്ങനെ ഒരു സാധനം തന്നിട്ടുള്ള ഏതാണ്? അല്ല, എഴുത്തിലൊന്നും ഞാൻ ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിരുന്നില്ല, അതൊന്നും ചെയ്യാൻ പറ്റുന്നത്. വിവർത്തനം എന്ന് പറയുന്നത് എനിക്ക് പൊതുവേ ഉള്ള ഒരു താല്പര്യമായ വെച്ചാൽ അത് നമ്മൾ പണ്ട് പറയും പോലെ എന്താ പറയാ, ഐ വാണ്ട് ടു ബി എ ജേർണലിസ്റ്റ്, ഐ എം എ ബോൺ ട്രാൻസ്ലേറ്റർ എന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്. ഐ എം എ ബോൺ ട്രാൻസ്ലേറ്റർ. അതായത് എനിക്കിപ്പോൾ ഇംഗ്ലീഷിലൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള മലയാളം എനിക്ക് മനസ്സിൽ തോന്നും, ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. ഞാൻ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് പകർത്തിയാൽ മാത്രം അതിന് ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ അതിന്റെ തത്തുല്യമായിട്ടുള്ള ഒരു സെന്റൻസ് എനിക്ക് തോന്നും. അതും ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം തന്നെ തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസ്ലേഷനിലുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ പോയട്രി ട്രാൻസ്ലേഷനിലോട്ട് മുമ്പ് കൈവച്ചിട്ടുള്ളത്. അത് 2012-14 ഇടയ്ക്ക് ഒരു 2 വർഷം മാത്രമേ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളൂ. ഈ അടുത്തൊരു ഹിന്ദി കവിതയുടെ ഒരു സാധനം അപ്പം പല കവിതകളും ആൾക്കാർ ഷെയർ ചെയ്യുക, പഴയതൊക്കെ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോ അടുത്തൊന്നും ചെയ്തിട്ടില്ല. 2012-14 ഇടയ്ക്ക് ചെയ്ത ഒരു 3000 കവിതകളുടെ ട്രാൻസ്ലേഷൻ ആണ് പലയിടത്തായിട്ട്. അപ്പൊ അതിലൊരു കുറച്ചെണ്ണം പുസ്തകമായിട്ടുണ്ട്. തസ്ലിമ നസ്രീന്റെ ഒരു പ്രിസണേഴ്സ് പോയംസ് എന്നൊരു സമാഹാരം ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ലോക പ്രണയ കവിതകൾ എന്നൊരു സമാഹാരമുണ്ട്. പിന്നെ ട്രാൻസ്ലേഷനിൽ അങ്ങനത്തെ 2-3 ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വല്ലാത്തൊരു കഥ 3 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. DC ഒരു ബുക്ക് ഇറങ്ങാൻ പോവാണ് പുതുതായിട്ട്. അപ്പം എഴുത്തിന് അതിൻ്റെതായിട്ടുള്ള രസമുണ്ട്. ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ട്രാൻസ്ലേഷൻ വേറൊരു സ്കില്ല് ആവശ്യമുള്ള സാധനമാണ്, വേറൊരു തരത്തിലുള്ള ഉള്ളിൽ നിന്നും തോന്നണം. ആക്ച്വലി കവിത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്തോ അതാണ് കവിത എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നാണല്ലോ. അപ്പൊ അത് ഞാനിപ്പോ ഇംഗ്ലീഷിലോ ഞാൻ ഹിന്ദിയിൽ നിന്നൊക്കെ നേരിട്ട് ഹിന്ദി അറിയാം എനിക്ക് കുറച്ച്. അപ്പോൾ ഹിന്ദി ഞാൻ അവിടെ പോയി ജോലിയൊക്കെ ചെയ്തിട്ടുള്ള പുറത്തും കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് സംസാരിക്കാൻ ശ്രമിച്ചതിന് പുറത്തും ഹിന്ദി കുറച്ച് അറിയാം. അപ്പൊ ഞാൻ പലപ്പോഴും ഹിന്ദി കവിത വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാറാണ്. അപ്പൊ അത് എനിക്കും കൂടെ എൻജോയബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വേറൊരു രസമുള്ള പ്രോസസ്സാണ്. അത് അതിന്റെ ഒരു രസം മനസ്സിലാവണമെങ്കിൽ അത് ചെയ്ത് തന്നെ മനസ്സിലാകണം. ഓക്കെ. അപ്പൊ ഈ കഥയുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. ഞങ്ങളുടെ മുമ്പിൽ കഥയുള്ള ഒരു മനുഷ്യനാണ് ബാബുച്ചേട്ടൻ. അപ്പൊ ഈ കഥകള് ഈ കുട്ടിക്കാലത്തെ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശി കഥകൾ കേട്ട് വളർന്നതിന്റെ ആ ഒരു പാരമ്പര്യമാണോ, അതല്ല ചേട്ടൻ തന്നെ വായിച്ചെടുത്തിട്ടുള്ള കഥകളുടെ ആ ഒരു ആർജിച്ചെടുത്തിട്ടുള്ള സ്കില്ലാണോ? എന്താണ് ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു കഥകളെ അല്ലെങ്കിൽ ചേട്ടന്റെ ഉള്ളിലുള്ള കഥകൾ അനലൈസ് ചെയ്യുന്നത്, ആ ഒരു സ്കില്ലിനെ അനലൈസ് ചെയ്യുന്നത്? അല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സോഷ്യൽ മീഡിയ. അപ്പൊ അന്ന് അമ്മൂമ്മമാരുണ്ടായിരുന്നു, അമ്മമാർക്ക് സമയം ഉണ്ടായിരുന്നു കഥ പറഞ്ഞുതരാൻ, അച്ഛന്മാർക്ക് സമയം ഉണ്ടായിരുന്നു കഥ പറഞ്ഞുതരാൻ. നമുക്ക് വേറെ പണിയൊന്നും കഥകളൊക്കെ കേട്ട് തന്നെയാണ് എല്ലാ കാലത്തും നമ്മൾ വളർന്നിട്ടുള്ളത്. പിന്നെ പിന്നീട് വായിച്ച പുസ്തകങ്ങളുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം വായിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, വായിക്കേണ്ടി വന്നിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു ദിവസം രാവിലെ ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ ഒരേ ഒരു ഫ്രഷ് പീസ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് അന്നത്തെ ന്യൂസ് പേപ്പറാണ്. അത് വായിച്ച് വേറെ വഴിയില്ല, വേറെ ഒരു എന്റർടൈൻമെന്റ് ഉപാധിയില്ല, TV ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. എന്ത് ചെയ്യും? കളിക്കാൻ പോകുന്നതിന് പരിമിതികളുണ്ട്, പിന്നെ കളിക്കാനൊന്നും അറിയില്ലെങ്കിൽ ചെയ്യാൻ പരിമിതി. വായിച്ചേ പറ്റും. വായിക്കാൻ എന്ത് വായിക്കും? വീട്ടിലെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. അന്ന് വരുന്ന പത്രം മാത്രമാണ് ഫ്രഷ് പീസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് വായിക്കും. അന്ന് അങ്ങനെ വായിച്ചു കൂട്ടിയ സാധനങ്ങൾ ഉള്ളിൽ കിടന്ന് ഇരിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് ഗുണം ചെയ്യുന്നത്. ഇന്നും അങ്ങനെ വായിക്കുന്ന ഒരാളാണ്, കൈ കിട്ടിയത് എന്തും വായിക്കുന്ന വായനകളിലും നമ്മളെ റിസർച്ച് കാര്യമായിട്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. ഞാൻ ഒരിക്കലും ഒരിടത്തും ക്ലെയിം ചെയ്തിട്ടില്ല ഞാൻ നല്ലൊരു റിസർച്ചറാണ്. കാരണം റിസർച്ച് എന്ന് പറയുന്നത് വേറൊരു കലാ പരിപാടിയാണ്. അത് ഞാൻ ചെയ്യുന്നതായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ ചെയ്യുന്ന ഒരു പൾപ്പ് റിസർച്ചാണ്. അതായത് ഇപ്പം എന്നോട് ഒരു ഹിസ്റ്ററി അധ്യാപകൻ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായി മനുഷ്യയാണ്. നേരത്തോടെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞ പോലെ അതങ്ങനെയൊന്നുമല്ല, അത് വല്ലാത്ത കഥയിൽ അങ്ങനെയല്ല പറഞ്ഞു.
ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഹിസ്റ്ററി സാർ പറയുന്നതാണ് ശരി. കാരണം ഞാൻ ഈ 2 ദിവസം 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനത്തിന് നിങ്ങളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് നിങ്ങൾക്ക് സംശയം തോന്നണം, ഇവൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന്. കൂടുതൽ നിങ്ങൾ വായിക്കണം, പ്രൈമറി സോഴ്സ് അന്വേഷിച്ച് പോകണം, അധ്യാപകനോട് ചോദിക്കണം, എന്നിട്ട് വല്ലാത്തൊരു കഥയെ ಖಂಡಿച്ചുകൊണ്ട് പുതിയതിലേക്ക് എത്തണം. വല്ലാത്തൊരു കഥ ജസ്റ്റ് ബിഗിനിങ്, അത് നിങ്ങളുടെ തുടക്കം മാത്രമാണ്. അവിടെ നിങ്ങൾ വായിച്ച് തുടങ്ങാനേ പാടുള്ളൂ. അതല്ല നിങ്ങളുടെ ആധികാരിക സോഴ്സ്. ഞാൻ ഒരിക്കലും വല്ലാത്ത കഥ സാധനം, അത് പൾപ്പ് ഹിസ്റ്ററിയാണ്. പൾപ്പ് ഹിസ്റ്ററി അത് വായിച്ചു തുടങ്ങാം. ഇപ്പം നമ്മൾ പറയില്ലേ, പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ചേതൻ ഭഗത്തിന്റെ 5 Points സമ്മാൻ വായിച്ചിട്ട് കൊള്ളാം, വായിക്കാൻ രസമുണ്ട്, അപ്പൊ അടുത്ത് വായിച്ചു, അടുത്ത് വായിച്ചു, അങ്ങനെ വായിച്ചാണ് ചിലപ്പോൾ നമ്മളെ കോണ്ടന്റ് വേറെ എല്ലാം വായിക്കുക. വായിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നേരെ പോയി കോണ്ടന്റ് വായിക്കില്ല, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കില്ല. അപ്പം വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ ചരിത്രം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് കേൾപ്പിക്കുക. ആ ഒരു ഇൻഡക്ഷൻ പാർട്ട് മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിനുള്ളത്. ബാക്കിയൊക്കെ ഡീപ്പായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ നല്ല വേറെ രീതിയിൽ തന്നെ പോകണം. റിസർച്ച് ടോട്ടലി ഡിഫറെന്റ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു സാധനമായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് പറയാനായിട്ട്, ആക്ച്വലി ബാബുച്ചേട്ടന്റെ മുമ്പിൽ ഇരുന്ന് പറയാനായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ആ സാധനങ്ങൾ എടുത്തോണ്ടിരുന്നതെന്നുള്ളത്. അതായത് ഓരോരോ സാധനങ്ങൾക്കും, അതും എനിക്ക് കേട്ടിട്ടുണ്ട്, വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, ആ സമയത്തിനുള്ളിൽ ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഗ് ചെയ്തെടുക്കുക, അതിന് എന്തൊക്കെ സോഴ്സുകളാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇൻ ദ ഓർഡർ ഓഫ് എഫക്റ്റീവ്നെസ് പറയാം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യരാണ്. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് ചുറ്റും ആർക്കാണ് ഇതിനെ പറ്റി ഏറ്റവും നല്ല ധാരണയുള്ളത്. അവരിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ധാരണ എന്ന് പറയുന്നത്, ഒരാളെന്ന് പറയുന്നത് ഒരു 10 പുസ്തകം വായിച്ചതിന് തുല്യമായിട്ടുള്ള അറിവ് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ 100 പുസ്തകം വായിച്ചതിന് തുല്യമുള്ള അറിവ് കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കും. അയാള് നിങ്ങൾക്ക് പുസ്തകങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം, അത് നിങ്ങൾക്ക് വായിക്കാം. സെക്കൻഡറി പുസ്തകങ്ങൾ, ഓഫ്കോഴ്സ് ബുക്കുകൾ, പ്രിന്റഡ് ബുക്സ്. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്നത്തെ കാലത്തുണ്ട്. ഇതേ ബുക്കുകളുടെ PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം കൂടെ വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കീവേഡ് ഓറിയന്റഡ് ആയിട്ട് വായിക്കാം, നിങ്ങൾക്ക് സെക്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് പോയിട്ട് ഒരു ചാപ്റ്റർ മാത്രമായിട്ട് വായിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ അതിനെ സ്കിപ്പ് ചെയ്ത് വായിക്കാം. പിന്നെ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പം ശോധഗംഗ എന്ന സൈറ്റ് ഒക്കെ ഉണ്ട്, അക്കാഡമിയ സൈറ്റ് ഉണ്ട്, റിസർച്ച് ഗേറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സൈറ്റുകൾക്ക് ആക്സസ് ഉള്ള. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതിലൊന്നും ആക്സസ് ഇല്ല. അപ്പം ശോധഗംഗ ഫ്രീ ആണ്. ഇപ്പൊ റിസർച്ച് ഗേറ്റ് അല്ലെങ്കിൽ അക്കാഡമിയൊക്കെ ആക്സസ് ആണ്. ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ആൾക്കാരും പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ആക്സസ് ഉണ്ട്. ഞാൻ അവരോട് റിക്വസ്റ്റ് ഈ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് തരും, അവർ PDF ഡൗൺലോഡ് ചെയ്ത് തരും. പിന്നെ ഓരോ വിഷയം വരുമ്പോൾ, ഞാൻ CPA പറ്റി എപ്പിസോഡ് ചെയ്തപ്പോൾ എനിക്ക് CPA പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ CPA പറ്റി ഡോക്ടറേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ 1-2 പേരോട് സംസാരിച്ചു, അതിൽ 1-2 പേര് സഹകരിക്കാൻ തയ്യാറായി. നമ്മളൊരു 5 പേരോട് സംസാരിക്കുമ്പോൾ ഒരാൾ സഹകരിക്കാൻ തയ്യാറാവും, ബാക്കി 4 പേരും ചിലപ്പോൾ തിരക്കാണ്, സെറ്റാൻ സമയമില്ല എന്ന് പറഞ്ഞു പോകും. പക്ഷെ ഈ 5 പേരോട് സംസാരിക്കണം, അപ്പോഴേ ഒരാൾ തയ്യാറാവുള്ളൂ. ആ ഒരാൾ തയ്യാറായ നമ്മളെ എഫേർട്ട് ഇസ് വർത്ത്. അപ്പൊ അതിൽ അയാളുടെ സഹായത്തോടെ ഞാൻ അയാൾക്ക് ക്രെഡിറ്റ് കൊടുത്തോണ്ട് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. എന്റെ പണി എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്ന റെഫറൻസ് മെറ്റീരിയലുകൾ പരമാവധി എന്നെ കൊണ്ട് വായിക്കാൻ പറ്റും പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വായിച്ച്, ഇനി അങ്ങോട്ട് കുറച്ചും ബെറ്റർ ആയിട്ട് അത് ചെയ്യും. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറയുന്നത്, പരമാവധി കുറഞ്ഞ സമയത്തിന് വായിച്ച് അതിനെ അസിമുലേറ്റ് ചെയ്തെടുത്ത് പ്രസന്റ് ചെയ്ത് കേൾക്കാൻ രസമുള്ളൊരു ഫോർമാറ്റിലേക്ക്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പലരും. അതായത് മേരി ക്യൂറി എന്ന് പറയുന്ന ഒരു വ്യക്തി, മാഡം ക്യൂരിയെ പറ്റിയിട്ട് ഒരു കുട്ടിയെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ കുട്ടിയെ, അല്ലെങ്കിൽ കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് മാഡം ക്യൂരിയെ പറ്റി കഥ അറിയാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെ പറയും കഥ? ഹൗ വിൽ യു ഇൻവൈറ്റ് ഹിസ് അറ്റൻഷൻ? എനിക്ക് ആകെ അറിയാവുന്ന നോബൽ പ്രൈസ് നേടിയ, അപ്പൊ എന്ത് പറയും? മാഡം ക്യൂരി നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അയിന് പറയാം. ഹൗ ഡു യു മേക്ക് ഇറ്റ് ലിറ്റിൽ ചെറിയൊരു ഡ്രാമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നാലേ ആള് ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അപ്പൊ ഒരു ശാസ്ത്രജ്ഞയുടെ പേര് പറയാം. അപ്പം എന്ത് പറയും? 50% പേരും മാഡം ക്യൂരി പറയും, 50% പേര് അതും പറയില്ല, അതും അറിയാത്തവരുണ്ട്. അത് ഇപ്പത്തെ നാടിന്റെ അവസ്ഥ അതാണ്. 50% പേര് പറയും മാഡം ക്യൂരി. അപ്പൊ അതേ 50% ചോദിക്കുക, ഒരാളുടെ കൂടെ പേര് പറയാൻ പറയാം, ഒരു ശാസ്ത്രജ്ഞയുടെ കൂടെ പേര് പറയില്ല. 100% പേരും പറയില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സയൻസിൽ ഇൻക്ലിനേഷൻ ഉള്ള ആൾക്കാരെ അറിയാമോ? രണ്ടാമതൊരു ശാസ്ത്രജ്ഞയുടെ പേര് ഒരാളെ കൂടെ പേര് പറയാമോ? ഇന്ത്യയിലുള്ള ശകുന്തളാദേവി ആക്ച്വൽ റിസർച്ചർ, ശാസ്ത്രജ്ഞ, അതായത് സയന്റിസ്റ്റ് എന്ന് പറയുന്ന സാധനം. അവര് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഗണിതശാസ്ത്രം ഒരു ശാസ്ത്രം, പ്രായോഗികാർത്ഥത്തിലുള്ള ശാസ്ത്രമല്ല, പരീക്ഷണം നടത്തുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഗവേഷണം നടത്തി പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ മാഡം ക്യൂരിയെ പോലുള്ള സാധനങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു ശാസ്ത്രജ്ഞയുടെ പേര് പറയാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഒരാളാവുക എന്ന് പറയുന്നത് ടേക്സ് എ ലൈഫ്. അവരെന്താണ്, അവര് റേഡിയം കണ്ടുപിടിച്ചു. ആ റേഡിയം കൊണ്ട് ആളുകളെ ആയിരക്കണക്കിന് വരെ ക്യാൻസർ ചികിത്സിച്ച് മാറ്റി. അവസാനം അതേ റേഡിയത്തിനുള്ള എക്സ്പോഷർ കൊണ്ട് അവർ മരിച്ചുപോയി, ക്യാൻസർ വന്ന് മരിച്ചുപോയി. അവരെ കുറിച്ച് നമ്മൾ അറിയണ്ടേ, നമ്മൾ കുട്ടികൾ അറിയണ്ടേ? അപ്പൊ അവരെങ്ങനെ അറിയിക്കും? ഞാനിപ്പോ പോയിട്ട് നോബൽ പ്രൈസ് കിട്ടിയാളെന്ന് ഒരാൾ അതിന് ചോദിക്കും. അപ്പൊ അവരോട് കുറച്ചുകൂടി രസകരമായ രീതിയിൽ. അപ്പൊ മാഡം ക്യൂരിയുടെ കഥ എന്ന് പറയുന്നത് ആ ഒരു കാലത്തെ
റഷ്യ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളുടെ ആ യൂറോപ്യൻ ആ ഏരിയയുടെ ഹിസ്റ്ററി കൂടിയാണ്. അന്ന് റഷ്യ പോളണ്ടിനെ കുറിച്ച് രക്ഷം വേണ്ടതെന്ന് പറയില്ല. റഷ്യ പോളണ്ടിനെ ആക്രമിച്ച് കീഴടക്കി. പോളണ്ടിലെ ജനങ്ങൾ റഷ്യൻ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത്, പോളിഷ് ഭാഷ സംസാരിക്കാൻ പറ്റാതിരുന്ന കാലത്ത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം റഷ്യൻ ഗവൺമെന്റ് നിഷേധിച്ചിരുന്ന കാലത്ത് പഠിച്ചു വളർന്ന ആളാണ്. രഹസ്യമായി പഠിച്ച ആളാണ്. പിന്നെ പാരീസിൽ പോയിട്ട് ആദ്യം ചേച്ചിയെ പഠിക്കാൻ പറഞ്ഞയച്ച് ചേച്ചിയുടെ ചെലവുകൾ മൊത്തം വഹിച്ച്, ചേച്ചി ഡോക്ടറായ ശേഷം, ചേച്ചി കല്യാണം കഴിച്ച ശേഷം ചേച്ചി വിളിച്ചുകൊണ്ടുപോയി അവിടെ പഠിപ്പിച്ച്, അങ്ങനെ അവിടെ എല്ലായിടത്തും ഫസ്റ്റ് റാങ്ക് പഠിച്ച് പാസ്സായി. അവരങ്ങനെ പാസ്സായി വന്ന ഒരു സ്ത്രീയാണ്. പഠിക്കേണ്ട ആളാണ് അവര്. അപ്പൊ നമ്മളെന്തുകൊണ്ട് അറിയുന്നില്ല? നമ്മൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ഉണ്ട് കോളേജുകളിലൊക്കെ. ഞാൻ കോളേജിലിടയ്ക്ക് സംസാരിക്കാനൊക്കെ വിളിക്കുമ്പോൾ പോകാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന സോഷ്യൽ എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഹിസ്റ്ററി പഠിക്കണം എന്നൊരു ചോദ്യം ചുമ്മാ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു 5 പടം കാണിക്കും. ഒന്നാമത്തെ പടം നമ്മുടെ ഏതെങ്കിലും 5 ഹിസ്റ്റോറിയൻസ്, ഇപ്പം ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, പിന്നെ നമ്മുടെ എം.എൻ. റോയ്. അപ്പൊ പ്രധാനപ്പെട്ട ഏതെങ്കിലും 5 ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസിന്റെ പേരാണ്. ഒരാളെ പോലും തിരിച്ചറിയില്ല. 5 പേരെയും തിരിച്ചറിയില്ല. അതിനുശേഷം ആദ്യം ഞാൻ പാബ്ലോ എസ്കോബാറെ പടം കാണിക്കും. ഓർഡനെ തിരിച്ചറിയും, പാബ്ലോ എസ്കോബാർ. അതിനുശേഷം മറ്റേ സദ്ദാം ഹുസൈനെ കാണിച്ച അപ്പം തിരിച്ചറിയും, അല്ലെങ്കിൽ വീരപ്പനെ കാണിച്ച അപ്പം തിരിച്ചറിയും, ടെഡ് ബണ്ടിയെ കാണിച്ച തിരിച്ചറിയും, ജെഫ്രി ഡാമറെ കണ്ടച്ച് തിരിച്ചറിയും. കാട്ടി കിടക്കുന്ന എല്ലാ നരാധമന്മാരുടെയും പേര് കാണിച്ച് പടം കാണിച്ച അപ്പം തിരിച്ചറിയും. ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ വി ഷുഡ് ലേൺ അവർ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നിലമൊരുക്കിയവരാരൊക്കെയാണെന്ന് അറിയണ്ടേ. അത് അത്യാവശ്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അങ്ങനെ ഓരോന്നിടത്ത് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. ഇപ്പൊ നമ്മള് അന്നപൂർണ ദേവിയെ പറ്റി ഞാൻ എപ്പിസോഡ് പാട്ട് പാടുന്ന ആളല്ലേ. അന്നപൂർണ ദേവി ആരാന്നറിയാമോ? അവര് ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ ഗുരുവായിരുന്നു. ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ ഗുരുവായിരുന്നു. അതാണ് അവരുടെ പ്രധാന. അതാരാണെന്ന് അറിയാത്തൊരു. പക്ഷെ ആ എപ്പിസോഡ് ഏറ്റവും കുറഞ്ഞ വ്യൂ ഉള്ള എപ്പിസോഡ്സിലാണ്. പക്ഷെ എനിക്കത് റെലവെന്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നോ ലോകം അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അടിയന്തരാവസ്ഥ ജയിലിൽ കിടന്ന് മരിച്ചുപോയ ഒരു സിനിമ നടിയാണ്. അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ചില സമയത്ത് ഞാനിപ്പോ 2-3 നല്ലപോലെ ഓടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരെണ്ണം എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുക്കും. അതായത് ഹിറ്റ്ലറുടെ വാഴ്ചക്കാലത്ത് ഹിറ്റ്ലറെ വെല്ലുവിളിച്ച ഒരു ഡോക്ടർ വിക്ടർ ഫ്രാങ്കൽ, മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞ വലിയ പുസ്തകം എഴുതിയ ആളാണ്. അപ്പൊ ഞാൻ വെറുതെ പോയിട്ട് വിക്ടർ ഫ്രാങ്കൽ എന്ന് പറഞ്ഞ ആളെ പറ്റി പറഞ്ഞ കാണില്ല. പക്ഷെ ആ എപ്പിസോഡ് 1 ലക്ഷത്തിലധികം പേര് കണ്ടതാണ്. അപ്പൊ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. നമുക്ക് കൊടുക്കാൻ അറിയാത്തോണ്ടുള്ള കുഴപ്പമാണ്. അത് രസമുള്ള ഒരു സാധനമാണ്. എപ്പിസോഡ് ഭയങ്കര രസമുള്ള സാധനമാണ്. മാൻ സെർച്ച് ഫോർ മീനിങ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് തേടുന്നത്, നമ്മൾ തേടുന്ന അർത്ഥം എന്താണ്, അർത്ഥത്തിന് വേണ്ടിയുള്ള അന്വേഷണം, അതാണ് ജീവിതം എന്ന് പറയുന്ന സാധനം. അപ്പം എന്തിനു ജീവിക്കണം. അപ്പൊ സൈക്കോളജിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മെല്ലെ നൈസായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും കഥയായിട്ട്. അപ്പൊ അങ്ങനത്തെ ഓരോന്ന് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ പലതിനും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. ബാബുച്ചേട്ടൻ കഥകൾ പറയുമ്പോൾ പലരും പറയുന്നത് നിഷ്പക്ഷതയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. കാരണം നിഷ്പക്ഷത എന്ന് പറയുമ്പോഴത്തേക്കും രാഷ്ട്രീയവാദം എന്നുള്ളൊരു സാധനമല്ലേ. അപ്പൊ ഇത്രയും നാള് ഫോളോ ചെയ്ത് വന്നിരുന്നതിൽ ഈ ഒരു രാഷ്ട്രീയം പറയാൻ പറ്റായിക എന്നുള്ളൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല. നമ്മള് ഒരു ജേർണലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ഒന്നിരുന്നുകൊണ്ട് നമുക്ക് ഞാൻ അതുകൊണ്ട് ന്യൂസ് പരമാവധി കൈകാര്യം ചെയ്യേണ്ട എന്നുള്ള ഇത് എടുത്തിരിക്കുന്നത്. കാരണം അവിടെ നമുക്ക് പിന്നെ പക്ഷം പിടിക്കേണ്ടി വരും. നമ്മുടെ രാഷ്ട്രീയമാണ് വിഷയം വരും. നമ്മൾ ചരിത്രത്തിലെ വസ്തുതകൾ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇതാണ് ഇതിന്റെ ഒരു സൈഡ്, ഇതാണ് അതിന് മറ്റേ സൈഡ്, നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ വരില്ല. അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്കലി 2 അഭിപ്രായമുള്ള അല്ലെങ്കിൽ 3 അഭിപ്രായമുള്ള വിഷയങ്ങൾ ഞാൻ പലതും എടുത്ത് ഈ 3 അഭിപ്രായം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് ഒന്നും നമ്മൾ എവിടെ നിന്നും നോക്കുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ കാണുന്ന വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഒരിക്കലും നമ്മൾ കാണുന്നതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കാണുന്നതാണ് ശരി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് പല വിഷയങ്ങൾ, ഇപ്പം മലബാർ കലാപം ഞാൻ ചെയ്തിട്ടുണ്ട്, കശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ബിൽക്കിസ് ബാനുവിന്റെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ഭൂപരിഷ്കരണം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിരുദ്ധാഭിപ്രായങ്ങളുള്ള എപ്പിസോഡുകളായിരുന്നു. അപ്പൊ അതിലൊക്കെയും പരമാവധി ഓരോ പക്ഷവും പറയുന്നത് എന്താണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പക്ഷം എന്ന് പറയുന്നതാണ്, അതിന് ഘടകവിരുദ്ധമായിട്ട് മറ്റൊരു പക്ഷമുണ്ട്, അതിതാണ്, അതിനുള്ള അടിസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്, ഇതിന്റെ അടിസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പണ്ട് പറയുന്നൊരു ജേർണലിസത്തെ പറ്റി പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള കോട്ടുള്ളത്, പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് ഒരാളും പുറത്ത് വെയിലാണെന്ന് വേറൊരാളും പറയാൽ, നിങ്ങൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് ഇയാൾ പറഞ്ഞു, പുറത്ത് വെയിലാണെന്ന് ഇയാൾ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ ജനൽ തുറന്ന് പുറത്ത് നോക്കിയിട്ട് ഇവിടെ ഇപ്പം മഴ പെയ്യല്ല, ഇപ്പൊ വെയിലാണെന്ന് പറയണം.
പക്ഷെ അങ്ങനെ ചിലപ്പോൾ നമുക്ക് എല്ലാ കേസിലും എടുക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ സ്റ്റാൻഡ് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഒരു ഗ്രേ സോണാണ് ഹിസ്റ്ററി പലപ്പോഴും നടക്കുന്നത്. പിന്നെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ പ്രൊപ്പഗാൻഡയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പല വിഷയങ്ങൾ സ്റ്റാലിന്റെ ഒക്കെ വിഷയത്തിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പലതിനോടും അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആ സമയത്ത് ആ സബ്ജക്ട് എടുക്കാൻ തോന്നി, ഞാൻ എടുത്തു. എന്റെ മുന്നിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ റെഫർ ചെയ്തു. അത് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പ്രസന്റ് ചെയ്തു. അല്ലാതെ ഞാൻ ഒരു പക്ഷത്തെ താറടിച്ച് കാണിക്കണം എന്നൊന്നും വെച്ചൊന്നും ധരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയം ചെയ്യുമില്ല. അങ്ങനത്തെ വിഷയങ്ങൾ പരമാവധി എടുക്കാതിരിക്കാൻ ശ്രമിക്കും. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ കഥ പറയാണ്ട് ഇനി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇനി വളരെ പേഴ്സണൽ ആയിട്ട്, മീൻസ് അത്ര പേഴ്സണൽ അല്ല, ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞിങ്ങനെ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ റഫ് ആൻഡ് ടഫ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതല്ല ഈ പീലിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു അച്ഛനെയും നമ്മളിപ്പോ ഫേസ്ബുക്ക് പോളിലാണെങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ബാബുചേട്ടനെ കാണുമ്പോഴത്തേക്ക്. ആക്ച്വലി ബാബുചേട്ടൻ ഇതിൽ ആരാണ്? നമ്മള് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവിധ ദൗർബല്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ എന്താ പറയാ സന്തോഷങ്ങൾ ആസ്വദിക്കാനുള്ള താല്പര്യവും അതുപോലെ സങ്കടങ്ങൾ വന്നാൽ സങ്കടപ്പെടാനുള്ള താല്പര്യവും എല്ലാം ഉള്ള മനുഷ്യനാണ്. നമുക്ക് സങ്കടം വന്നാൽ സങ്കടപ്പെടും, സന്തോഷം വന്നാൽ സന്തോഷിക്കും. എല്ലാവിധ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ ജീവിതത്തിൽ പരമാവധി ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനിടെ കൂടെ വിരുദ്ധാഭിപ്രായങ്ങൾ എന്നെ പറ്റിയുള്ള ആൾക്കാരുണ്ടാവാം. എന്നാലും ഞാൻ മനഃപൂർവ്വം ആരെയും വിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ദൗർബല്യങ്ങളെല്ലാം മനുഷ്യർക്കുള്ള സാധാരണ മനുഷ്യൻ മാത്രമാണ്. അത് കുട്ടിക്ക് നല്ലൊരു അച്ഛനാകാനും സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനാകാനും പൊതുവെ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മളാണല്ലോ മാതൃക, ബാക്കിയുള്ളവർക്ക് ശ്രമിക്കാറുണ്ട്. അത് ഹെവി ക്വസ്റ്റ്യൻ ആണ് പക്ഷെ മൊത്തത്തിൽ. ഓക്കെ. എനിവേ, ഈ നടീനടന്മാർക്കൊക്കെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഹോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല എന്താണ് ഇന്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ബാബുചേട്ടൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കഥയോ എപ്പിസോഡോ അങ്ങനെ ഏതെങ്കിലും ബാബുചേട്ടൻ വല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്ടിരുന്നിട്ടുണ്ടോ? 1-2 എപ്പിസോഡുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കുട്ടി കുറ്റവാളിയെ പറ്റി ഞാൻ പണ്ടൊരു എപ്പിസോഡ് ചെയ്യുന്നത്. ഈ ഫോറൻസിക് സിനിമയിൽ പറയുന്ന ഒരു അമർജിത് സദാ ഒരു കുട്ടിയുടെ കഥയാണ്. ആ പയ്യൻ ഒരു 8 വയസ്സിനുള്ളിൽ 3 പിള്ളേരെ കൊല്ലും. അപ്പൊ അങ്ങനെ ഒരു 6 കേസിൽ അതൊരു ഡീറ്റെയിൽ സ്റ്റോറി ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഭയങ്കര ഡാർക്ക്. അതുപോലെ ചില സ്റ്റോറീസ് ഇപ്പൊ നിരപരാധികളായിട്ടുള്ള ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ പോലീസ് ടോർച്ചറിന് വിധേയം, അങ്ങനത്തെ കുറെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളും ഭയങ്കര കൺസ്യൂംഡ് ആയിപ്പോ നമ്മൾ എന്തുകൊണ്ട് നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളൊരു വിഷമം. ചിലത് നമ്മളെ അഫക്ട് ചെയ്യും, പക്ഷെ ഒരു ഇതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. സ്റ്റോറി പലതും ഞാൻ ആൾക്കാർ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഒരു സീരിയൽ കില്ലർ സ്റ്റോറി ചെയ്യുമ്പോൾ തന്നെയും അതിന്റെ അകത്ത് എന്തുകൊണ്ട് ഇവരിങ്ങനെ ആയി എന്നുള്ളത് അനലൈസിസ് അതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടെഡ് ബണ്ടി ചെയ്തപ്പോഴും ജെഫ്രി ഡാമർ ചെയ്യാത്തത്. ജെഫ്രി ഡാമർ ചെയ്യാൻ പ്രയാസമാണ്, കാരണം അതിൻ്റെ അകത്ത് വളരെ ഗോറി ആയിട്ടുള്ള എലിമെന്റ് ആണ്. ടെഡ് ബണ്ടിക്കകത്ത് പിന്നെയും നമുക്ക് ആ ഗോറിനെസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നും അതിന്റെ ബാക്കി അതിന്റെ കുറച്ച് കണ്ടന്റ് ഈ പറഞ്ഞ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത കുറെ ഭാഗങ്ങൾ അതിന്റെ അകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാര് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു പേരാണ് ടെഡ് ബണ്ടി എന്ന് പറയുന്നത്. ആ ടെഡ് ബണ്ടി എന്തുകൊണ്ട് ടെഡ് ബണ്ടി ആയി എന്നുള്ള ചോദ്യം അവിടെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളുണ്ടാവുന്നത്. അല്ല അവനെ ആരാധിക്കാനല്ല കുട്ടികൾ നടക്കേണ്ടത്. അത് വലിയ പ്രശ്നമാണ്. ടെഡ് ബണ്ടിക്കും ജെഫ്രി ഡാമറിനൊക്കെ ഭയങ്കര ആരാധകരുള്ള നാടാണ് നമ്മള്. സ്ക്വിഡ് ഗെയിം കളിക്കുന്ന ലോകമാണ്. അപ്പൊ വലിയ പ്രശ്നമാണ്. വയലൻസിനും അത്തരത്തിലുള്ള ഭയങ്കര ഫാൻസ് ഉള്ള ഒരു കാലമാണ്. പുതിയ കുട്ടികൾ ആൽഫ മെയിലുകളായിട്ടൊക്കെ വളർന്നു വരുന്ന കാലമാണ്. വലിയ പ്രശ്നമാണ്. ഇപ്പം LGBTQ-നെ എതിർക്കുന്ന, അത് അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നൊക്കെ വിശ്വസിക്കുന്ന ആൽഫ മെയിലുകളെ കൊണ്ട് നമ്മളെ കുട്ടികൾ നിറഞ്ഞിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊക്കെ ഇതിനെ കുറച്ചുകൂടി ബോധം ഉണ്ടാവേണ്ട ആവശ്യം. അപ്പൊ ഞാൻ അവർക്കൊക്കെ കൂടി ആവശ്യമുള്ള, അവരൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഇനി അടുത്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അതുപോലെ ചേട്ടൻ ഇപ്പം എന്താ പറയാ, ഞങ്ങളുടെ പഴയൊരു ഇന്റർവ്യൂല് വന്നിട്ട് ബാബുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു കണ്ണില്ലാത്ത മനുഷ്യൻ വന്നിട്ട് ഒന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 220 എപ്പിസോഡുകള് അല്ലെങ്കിൽ ഈ ഒരു 4 വർഷക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും അതുപോലെ അല്ലെങ്കിൽ അതിന് മുകളിലോ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷം തോന്നിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഫ്രം ഇതുപോലത്തെ പലരും നമ്മളടുത്ത് സംസാരിക്കാൻ ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിലൊരു പലരും പല എക്സ്പീരിയൻസ് ഉള്ളത്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം അമേരിക്കയിൽ എവിടെ എങ്ങാണ്ട് അത് ഓസ്ട്രേലിയയിൽ എങ്ങാണ്ട് ട്രക്ക് ഓടിക്കുന്ന ഒരു മലയാളി, അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി ഹൈടെക് ബെൻസിന്റെ ട്രക്കിൽ ഇങ്ങനെ മുന്നിൽ കിടക്കുന്ന റോഡാണ്, കാലിയായിട്ടുള്ള റോഡ്, ഇരുട്ടാണ്. അയാളും ആ ഇരുട്ടും ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തിനോ വേണ്ടി പോണ വണ്ടി. ഇയാള് ഇതിന്റെ ഇടയിൽ കൂടെ വെക്കുന്ന എന്റെ പരിപാടിയാണ്. ഞാനും ഇയാളും കൂടിയാണ് ഈ ദൂരം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അയാൾ ഉറങ്ങാതിരിക്കുന്നത് കേട്ടുകൊണ്ടാണ്.
അങ്ങനെ ഒന്ന്. പിന്നെ ഒന്നിപ്പോ ഞാൻ മുമ്പൊരിക്കൽ ഇതുപോലെ തിരുവനന്തപുരത്ത് പണ്ടൊരു ദിവസം ഒരു പാർട്ടിക്ക് പോയി ഹൊറൈസൺ എന്ന് പറഞ്ഞ ഒരു ബാറിന്റെ താഴെ അവിടെ സെക്യൂരിറ്റി ഞാൻ നോക്കുമ്പോ ഇരുന്ന് ഇങ്ങനെ വല്ലാത്ത കഥ കാണും. ആ സാധനം എല്ലാവരുടെ കണ്ടോ അതുപോലെ നമ്മള് ഞങ്ങൾ ഓഫീസിൽ നേരെ ഫ്രണ്ടിലാണ് ചെങ്കൽ ചൂട എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നൊരു പയ്യൻ സാറ് വല്ലാത്ത പരിപാടി കാണിക്കുന്നത് സാധനം എത്രമാത്രം ഡാറ്റ പോകണമെന്ന് അറിയാം. അപ്പൊ അങ്ങനെ കുറെ രസമായിട്ടുള്ള ഇതുപോലെ അയ്യങ്കാളി ദിനത്തോടനുബന്ധിച്ചൊരു ചെങ്കൽച്ചോളക്കകത്തു നിന്ന് തന്നെ ഞാൻ എന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അടുപ്പ് വെച്ച് നോക്കിയപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി ദിനത്തിൽ അയ്യങ്കാളി എപ്പിസോഡ് വെച്ചുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഏങ്കളെ കുട്ടികളെ പഠിപ്പിക്കില്ലെങ്കിൽ ഈ പള്ളിക്കൂടങ്ങളിൽ മുട്ടിപ്പുല്ല് വളർത്തുന്നൊക്കെ പറയുന്ന സാധനമൊക്കെ കേട്ട് പുളകം കൊണ്ട് കൊള്ളല്ലോ. ഞാനൊന്ന് പുളകം കൊണ്ടല്ലേ. അപ്പം തമാശ എന്താ വെച്ചാല് വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞ പരിപാടി പലരും അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ടാക്സി നമ്മൾ യൂബറിലൊക്കെ പോകുമ്പോൾ സ്ഥിരം പരീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അവരോട് വെറുതെ ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ രാത്രി ബോറടിക്കില്ലേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ പ്രോഗ്രാം എന്ത് പരിപാടിയാണ് കാണില്ല ഇങ്ങനെ ചോദിച്ച് അവസാനം ഞാനിങ്ങനെ അവന്റെ താല്പര്യം ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ഇങ്ങനെ ഒരു കഥ ഉണ്ട് കേട്ടോ ശരവണ ഭവനിലെ മറ്റേ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏതോ ഒരു ചങ്ങാതി ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ചങ്ങാതി ആ ചങ്ങാതിയാണ് ഇരിക്കുന്നത് അവരോട് ഞാൻ പറയാൻ പോലില്ല അവസാനം വരെ. ഞാൻ വെറുതെ ഒന്ന് രണ്ട് സാധനം ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മൾ പരിപാടി ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ആ ഇരിക്കുന്ന ഞാൻ സ്ക്രീനിൽ ഇരിക്കുന്ന ഞാനും നേരിട്ട് കാണുന്ന ഞാനും തമ്മിൽ കാര്യമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാറില്ല. സാധാരണ എനിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള 19 വയസ്സ് കഴിഞ്ഞ ഏതോ ഒരു മറ്റേ വയസ്സനായിട്ടുള്ള വെള്ളത്തടി അങ്ങനൊരു രസമുള്ള സംഭവം നടക്കാറുണ്ട് ഇടയ്ക്ക്. പിന്നെ അത് അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ നടന്നു ഇഷ്ടംപോലെ. ഒരു കുട്ടി ഒരു ദിവസം ഇതുപോലെ അച്ഛനടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇയാളെ കാണാൻ അവസാനം കുറെ പറഞ്ഞ അവസാനം ആ കുട്ടിയെ കൊണ്ട് അച്ഛൻ ഓഫീസിൽ വന്ന് നമ്മൾ കുട്ടി കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അതുപോലെ 2-3 കുട്ടികൾ ഒന്നിച്ചിരുന്ന പരിപാടി കാണാൻ എന്റെ വിഷുകളൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ഏതോ എയർ ക്യാമ്പിൽ ഒരു വല്ലാത്ത കഥ വായിക്കുന്നു, ഇവിടെ വല്ലാത്ത കഥ പുസ്തകമായിട്ട് ഇറങ്ങിയ സാധനം വായിക്കുന്നത് അങ്ങനത്തെ ഒരു കാണികളുടെ അനുഭവങ്ങളായിട്ട് അയച്ചതാണ്. സന്തോഷമുള്ള പരിപാടിയാണ്. കാരണം നമ്മള് വേറെ പല രീതിയിലും സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതെ ഈ ക്രൈം വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഭയങ്കര രസമാണ്. മീൻസ് നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും ആ ക്രൈം സീനിൽ നമ്മൾ ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എപ്പോഴെങ്കിലും ഒരു സിനിമ ഒരു ക്രൈം സിനിമ ആ ഒരു സ്റ്റോറിയിൽ ഇരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ എന്ത് നടക്കുന്നു പറയാൻ പറ്റില്ല. പിന്നെ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ വ്യാകരണവും അതിന്റെ ഒക്കെ വ്യത്യാസമാണ്. ഇപ്പോഴും സാധിക്കാത്തൊന്നും വിചാരിച്ചിരിക്കുന്നത് ജേർണലിസം സാധിക്കാതിരുന്ന ഒരു സാധനം വിചാരിച്ചു നടത്തുന്ന ഇവിടെ എത്തി. പക്ഷെ നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. താല്പര്യങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട്. ചെയ്യുന്ന ആള് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നാളെ തന്നെ പറയാൻ പറ്റില്ല. നമുക്കത് ശ്രമങ്ങൾ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട്. സിനിമ എപ്പോഴും ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമം തന്നെയാണ്. കാരണം അതിന്റെ ഗ്രാമർ ഇപ്പോഴും എനിക്ക് അത് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത് വളരെ അത്ഭുതമുള്ള സാധനമുള്ളത്. നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം അല്ലല്ലോ അവർ ചെയ്യുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുക. അല്ല ഷൂട്ട് ചെയ്യുന്ന സാധനത്തിന് മുകളിൽ കൂടെ കുറെ ലെയർ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കും പോലെ ഒരു ബേസ് ലെയർ മാത്രമാണല്ലോ ഷൂട്ട് ചെയ്ത സാധനം. അതിന് മുകളിൽ കൂടെ ഒരുപാട് സാധനങ്ങൾ ഐസിങ് ഇടുമ്പോഴാണല്ലോ ഈ സാധനം പേസ്റ്റ് ആയിട്ട് മാറും. നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ കാണുന്ന ക്രോസ് സെക്ഷൻ മാത്രമല്ലേ നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. അപ്പൊ അത് മറ്റത് അറിഞ്ഞാലേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. തിന്നാൻ പറ്റിയ ചെലവൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 2 കോടി എടുത്ത് 10 കോടി എടുത്ത സിനിമയെ നമുക്ക് പറഞ്ഞ പോലെ അടുത്ത ദിവസം രാവിലെ 150 രൂപയ്ക്ക് നമുക്ക് വിമർശിക്കാൻ പറ്റും. ഇതിന്റെ ബുദ്ധിമുട്ട് അല്ല നിർബന്ധമൊന്നുമില്ല അറിഞ്ഞോളന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ അത് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക്. പക്ഷെ അത് പറഞ്ഞ പോലെ ഹൈലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ടും അവിടെ ചെല്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളും കണ്ടിട്ടുണ്ട്. പലയിടത്തും പഠിച്ച് വലിയ വിവരമുള്ള ആളുകൾ ഇവരൊന്നും തന്നെ നല്ല ഫിലിം മേക്കേഴ്സ് ആയിട്ട് മാറാതിരിക്കുന്നത് ഇതിന്റെ ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിന്റെ ഇടയിൽ കുറെ സാധനങ്ങളുണ്ട്. ഒരു സിനിമയിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് എല്ലാ കഴിവും ഉണ്ടാവും, ഇത് എല്ലാത്തിനും സെൻസും ഉണ്ടാവും. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് കുറെ സാധനങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റണം. അതേ സിനിമ എടുക്കണമെങ്കിലും സിനിമ എഴുതണമെങ്കിൽ പോലും ഇതിന്റെ കുറെ സാധനങ്ങൾ അറിയണം, ടെക്നിക്കാലിറ്റീസ്. അതുകൂടെ അറിയുമ്പോഴാണ് അപ്പൊ അത് ഒക്കെ അറിഞ്ഞാല് എനിക്ക് കൈവയ്ക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു വന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ആക്സിഡന്റൽ ജേർണലിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ, അതായത് ഈ കെനിയിൽ നിന്നും വന്ന ആ ഒരു എഞ്ചിനീയർ എന്ന ബാബു രാമചന്ദ്രൻ വേറെ എന്തൊരു ഫീൽഡിലേക്ക് പോകുമായിരുന്നു? ഇല്ല, ഞാൻ എഞ്ചിനീയർ ആയിട്ടാണ് തുടർന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത ബിസിനസ് വിജയിച്ചിരുന്നെങ്കിൽ ഞാൻ ബിസിനസ് കൊണ്ടിട്ട് മുന്നോട്ട് പോയി. ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിൽ നാട്ടിലെ ജനങ്ങളെ സമരം ചെയ്യാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലായിരുന്നു നമ്മുടെ ബിസിനസ്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കൊടി പിടിക്കണമെങ്കിൽ കൊടി, പന്തൽ വേണമെങ്കിൽ പന്തൽ, എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ അവർ തന്നെ പൈസ തരാതെ കുറ്റി വെച്ചപ്പോ അവസാനം നിന്ന് പോയതാ. പൈസ തരാതെ അവനത് ഒരർത്ഥത്തിൽ പൂട്ടിപ്പോയി. അവസാനം കോവിഡ് ഒക്കെ വന്നപ്പോ മൊത്തത്തിൽ അങ്ങ് പൂട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ
എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ് ജേർണലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന സാധനമാണ് അല്ലെ. നമുക്ക് ആഴ്ചക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, കാണാൻ പറ്റുന്നു, ആൾക്കാരത് കാണുന്നു, നമുക്ക് മനസ്സിലാൻ പറ്റുന്നു, അത് കാണുന്ന ആൾക്കാർ കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നു, കണ്ടിട്ട് ആൾക്കാർ നല്ല അഭിപ്രായം അപ്പൊ തന്നെ പറയുന്നു. ഭയങ്കര ഒരു ലൈവ് ഫീഡ്ബാക്ക് അല്ലേ ഈ സാധനം. പലയിടത്തും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്താ സാറേ വല്ലാത്ത മറ്റേ അവിടെ കുഴപ്പമില്ല. ഇയാള് പറഞ്ഞ പോലെ നമ്മുടെ പങ്കജ് ത്രിപാഠി പറയുന്ന ഒരു സാധനമുണ്ട്. പങ്കജ് ത്രിപാഠി ഒരു ദിവസം അമ്മയും കൊണ്ട് ആശുപത്രി പോയപ്പോ ഡോക്ടർ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇയാൾ ആദ്യം പറയില്ല എന്റെ അമ്മയാണെന്ന്, അമ്മയെ മാത്രം കുറച്ച് കഴിയുമ്പോൾ ഇയാളാത്തോടെ നിങ്ങളുടെ അമ്മയാണ് പറയണ്ടേ, പിന്നെ മൊത്തം നിങ്ങൾ അഭിനയിച്ചാൽ മതി, ബാക്കി അമ്മയുടെ കാര്യമൊക്കെ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം തോന്നും ആളുകൾക്ക്, കാണുന്ന ആളുകൾക്ക്. അതുകൊണ്ട് എന്റെ പല കാര്യങ്ങളും ഭയങ്കര എളുപ്പമാറുണ്ട്. ഒരു ഇൻകം ടാക്സിന് എന്തോ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കിട്ടുമായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ പെട്ടെന്ന് സാധനം ടെക്നിക്കൽ പ്രശ്നം ക്ലിയർ ആയി കിട്ടി. ഞാൻ പലയിടത്തും അഭ്യുദയകാംക്ഷികൾ ഉള്ളതുകൊണ്ട്, പരിപാടി കാണുന്നവരുള്ളതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എളുപ്പമാവാറുണ്ട്. പല ഓഫീസിൽ പോയാലും എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഇത് കാണുന്ന ആരും ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്റെ മുഖം കണ്ടിട്ട് ആരെങ്കിലും എല്ലാത്തിനും അതെല്ലാം ചോദിച്ചോളൂ, ചേട്ടാ ചെറിയ സാധനം കാര്യം ജസ്റ്റിഫൈഡാണെങ്കിൽ ചെയ്തു തരും. നമുക്ക് അത്രയും അഭ്യുദയകാംക്ഷികൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പരിപാടി കാണുന്നവർക്ക് സ്നേഹമുണ്ട് പരിപാടിയോട്. അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പരിപാടി കാണുന്നവരുണ്ടായിക്കൊണ്ട് കാര്യമില്ല, അത് പരിപാടിയോട് സ്നേഹവും നമ്മളോട് സ്നേഹമായിട്ട് മാറണമെങ്കിൽ വലിയ ഭാഗ്യമാണ്. ഇത് തുടങ്ങുന്ന സമയത്തുള്ള ബാബുച്ചേട്ടൻ, നമ്മൾ അത് വന്ന സമയത്ത് പറഞ്ഞു, ഇത് തുടങ്ങുന്ന സമയത്ത്, അത് വല്ലാത്തൊരു കഥ തുടങ്ങുന്ന സമയത്ത് ഒരു ബാബുച്ചേട്ടൻ, ഇപ്പൊ ഈ 4 വർഷത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ബാബുച്ചേട്ടനുണ്ട്. എന്താണ് മേജർ ഒരു മാറ്റം എന്നുള്ളത് ചേട്ടന് തോന്നിയിട്ടുള്ളത്? മെയിൻ മാറ്റം വെച്ചാല് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്റെ സംസാരത്തെയോ അല്ലെങ്കിൽ എന്റെ പെരുമാറ്റത്തെയോ കൺട്രോൾ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഭയങ്കര പരിഭ്രമം, പേടി, പെട്ടെന്ന് സംസാരിക്കാനുള്ളത്. ഇപ്പോ ഒന്ന് നിൽക്കാനും ഒന്ന് പോസ് ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ ആലോചിക്കാനും ഇതൊരു നെർവസ്നെസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇത്രയും കാലം കൊണ്ടുണ്ടായ മാറ്റം. പിന്നെ നെർവസ്നെസ് മാറുമ്പോൾ നമ്മൾ ആ ഇതിനോട് ഇഴുകിച്ചേർന്ന് വരുമ്പോൾ ക്രിയേറ്റീവ് ആകാൻ പറ്റും, കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം വേണ്ടത്. ഇരിക്കുന്ന മീഡിയത്തിൽ നമ്മൾ കംഫർട്ടബിൾ ആവുക, അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചിക്കുക, പിന്നീട് അതിൽ നമ്മൾ പിന്നീട് എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്താണെങ്കിലും അതുപോലൊരു എക്സ്പെരിമെന്റിലേക്ക് കടക്കുകയാണ്. വലിയൊരു എക്സ്പെരിമെന്റ്. എല്ലാ പ്രേക്ഷകരുടെയും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ കളിക്ക് മുതിരുന്നത്. വളരെ ഒരു റിസ്ക് സോണിലാണ്, കംഫർട്ട് സോൺ ബ്രോക്ക്. കൃത്യമായ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ അതിന് വീട്ടിലും ചിലം ചോദിക്കാറുണ്ട്, അമ്മയൊക്കെ ചോദിച്ചാൽ തലയ്ക്ക് വല്ല അസുഖമുണ്ട്, കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന ജോലിയും കളഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നെ പൈസ ചെലവാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ പ്രൊഡ്യൂസ്, ഇതൊക്കെ ആര് കാണാനാ എന്നുള്ള സാധനം. അവരെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ ആ ജോലി കളഞ്ഞ് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്ത് കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജേർണലിസം കൊണ്ട് ഒരു ഇതൊന്ന് സെറ്റിൽ ചെയ്ത് ആളൊന്ന് വച്ചടിച്ചെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ അതും കളഞ്ഞ് അപ്പം വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ, യൂട്യൂബർ ആകുമ്പോൾ ഇരിക്കുന്നത്. അവര് നോക്കുമ്പോൾ നാട്ടിൽ കാണുന്ന ഏത് എന്താ പറയാ വാറകുട്ടിയവനും ഒരു മൊബൈൽ എടുത്തോണ്ട് യൂട്യൂബ് ആകാൻ പോകുന്ന സാധനമാണല്ലോ. ഇത് പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് എല്ലാവരോടും ബഹുമാനം തന്നെയാണ്. അപ്പം ഒരു സാധാരണ മൊബൈൽ കൊണ്ട് യൂട്യൂബർ ആകാൻ പോകുന്ന ആൾക്കും ആഗ്രഹമാണ് യൂട്യൂബർ ആവണം എന്നുള്ളത്. എനിക്കും ആഗ്രഹം യൂട്യൂബർ ആവണം തന്നെയാണ്. പക്ഷെ എനിക്ക് ആ കാഴ്ച എന്ന അനുഭവത്തെ കുറിച്ച് കുറച്ചുകൂടി ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാതെ, അതിനെ ഇമ്പ്രൂവ് ചെയ്യാതെ നമുക്ക് പ്രേക്ഷകരെ നേടാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള ടെക്നിക്കൽ പെർഫെക്ഷൻ ഉറപ്പുവരുത്താൻ കുറച്ച് ശ്രമിക്കുന്നത്. ഒരു മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഏത് സാധനം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാഴ്ചാനുഭവത്തെ അപ്പോൾ അത് ബാധിക്കും കുറച്ച്. ആ കാഴ്ച നന്നാവുകയും കണ്ടന്റ് നന്നാവുകയും ചെയ്താൽ ആൾക്കാർ കാണാൻ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്റെ വിശ്വാസമാണ്. വിശ്വാസം വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത്. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ കഥകളും ഒക്കെ ആയിട്ടല്ലേ ഇനി ബാബു രാമേന്ദ്രൻ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലൂടെ വല്ലാത്തൊരു കഥയുമായി പിന്നെയും തുടരുന്നതാണ്. പ്രേക്ഷകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളും ഇതുപോലത്തെ പ്രേക്ഷകരെ ഇനിയൊരു 8-10 വർഷം കൂടിയൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ കഥയൊക്കെ പറഞ്ഞ മോർ ദാൻ ദാറ്റ്. കഥകൾക്ക് അവസാനമില്ലല്ലോ, എത്ര ആയിരം കഥകൾ നാട്ടിൽ കിടക്കുന്നത്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇനിയും എനിക്കൊന്നും ഞാനൊക്കെ പെട്ടിയിലടങ്ങും വരെയുള്ള കഥ പറയാനുള്ള കഥകൾ കിടപ്പുണ്ട്. ഇതേ ഊർജ്ജത്തോടെ കഥ പറയും. എന്താ പ്രശ്നം വെച്ചാല് നമ്മളിങ്ങനെ ഊർജ്ജത്തോടെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ റിട്ടയറായി വീട്ടിൽ പോരുന്ന വളരെ പെട്ടെന്ന് എല്ലാം തീരും. ആക്റ്റീവായിട്ടിരിക്കുക, ഉള്ളിടത്തോളം കാലം എനർജറ്റിക് ആയിട്ടിരിക്കുക, പരമാവധി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ആ ഒരു ആഗ്രഹത്തിന് പുറത്തുകൂടിയാണ് ഇപ്പം കുറച്ചുകൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനോട് വേണമെങ്കിൽ അതിനുള്ള ഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സാധനങ്ങൾ റൺ ആവണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും സാധനം ഒരു വിജയമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആളുകളെല്ലാം കൂടെ വിജയിപ്പിക്കട്ടെ. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ ആ എനർജിയോടുകൂടി തന്നെ എനർജറ്റിക് ആയിട്ട് പുതിയ കഥകളുമായിട്ട് കാണാനായിട്ടും സക്സസ് ആവാനും ഇടവരട്ടെ. ബെസ്റ്റ് വിഷസ്.